ഈ ഫെലോഷിപ്പൊക്കെ അത്യാവശ്യം നല്ല പെയ്ഡാണ്. കാരണം പ്രീമിയം ലെവലിലാണ് അവരുടെ എല്ലാ സർവീസുകളും ഉള്ളത്, അവരുടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളത്. അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന സ്റ്റൈപ്പൻറ്റും ആ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. അവർ നിങ്ങളുടെ മെറിറ്റ് ഒന്നും നോക്കുന്നില്ല. മെറിറ്റ് ഇൻ എ സെൻസ് അക്കാഡമിക് മാർക്ക് ലിസ്റ്റുകളൊന്നും അവർ നോക്കുന്നില്ല. നിങ്ങൾ പാസ്സായിരിക്കണം, നിങ്ങൾക്ക് UG ഉണ്ടായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. പക്ഷേ നിങ്ങൾ എവിടെ പഠിച്ചു, വില്ലേജിൽ നിന്നാണോ സിറ്റിയിൽ നിന്നാണോ, നിങ്ങളൊരു ഐവി ലീഗിൽ നിന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ എലീറ്റ് സ്കൂളിൽ നിന്നാണോ ഒന്നും അവർ നോക്കില്ല. ആ വില്ലേജിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ചുട്ക എന്നാണ്. അപ്പോൾ അത് ജബൽപൂരിൽ നിന്ന് നമ്മളൊരു 6-7 മണിക്കൂർ നമ്മൾ ട്രക്കിൽ പോകണം. അവിടേക്ക് വേറെ വണ്ടികളൊന്നുമില്ല. ആ ഗ്രാമത്തിലേക്ക് ഒരൊറ്റ വണ്ടിയുള്ളൂ ഒരു ദിവസം. അപ്പോൾ ആ വണ്ടിയുടെ ഓണറുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുകയും ചെയ്തിരുന്നു. ഇൻ്റർനാഷണൽ അഡ്മിഷൻ നോക്കുന്ന ആളുകൾ നേരത്തെ ആപ്ലിക്കേഷൻ്റെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ അവരൊരു 10th മുതലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും അവരോട്? ചില കുട്ടികൾ പറയും എനിക്ക് മെഡിക്കൽ ചെയ്യണം. അപ്പോൾ അവർ മെഡിക്കൽ ചെയ്യണമെന്ന് പറയാനകത്ത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈൻ അവിടെ ഉണ്ടാവും സംവെയർ. അത് നമ്മൾ പിടിക്കുക എന്നുള്ളതാണ്. അത് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും ചിലപ്പോൾ സ്വന്തം ചിന്തിച്ചാൽ കിട്ടിക്കോണമെന്നില്ല. അപ്പം നമ്മൾ അവരെ കൂടെ ഇരുന്ന് സംസാരിച്ചാണ് ആ ത്രെഡിലേക്ക് എത്തുക. നാട്ടിൽ ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ ഡിഗ്രി ചെയ്യാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഉള്ളൊരു സംശയമാണ്, എന്താണ് ഈ ഡിഗ്രിയൊക്കെ ചെയ്തുകൊണ്ട് ലൈഫിൽ കിട്ടാൻ പോകുന്നതെന്ന്. ഇന്നത്തെ അതിഥി വെറും ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി കൊണ്ട് അദ്ദേഹം നേടിയിരിക്കുന്നത് 2 IITകളിൽ അദ്ദേഹം പഠിച്ചു. AIF ക്ലിൻറ്റൺ ഫെലോ ആണ്. അതോടൊപ്പം ഇന്ന് അദ്ദേഹം IIT കാൺപൂരിലെ കൊട്ടക് സ്കൂൾ ഓഫ് സസ്റ്റൈനബിലിറ്റിയിൽ സീനിയർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോൾസ്റ്റർ ഗേൾസ് ക്യാമ്പസിൻ്റെ കറണ്ട് അക്കാഡമിക് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം, 30-ലധികം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ മെൻറ്റർഷിപ്പിൽ ഇന്ന് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മുജീബർ റഹ്മാൻ നൂറാനിയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് AIF പോലുള്ള ഒരു ഫെലോഷിപ്പിലേക്ക് എങ്ങനെയാണ് സാധാരണ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വിദ്യാർത്ഥി എത്തിപ്പെടുന്നത്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അഡ്മിഷനുകൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് നടത്തേണ്ടത് എന്ന് നമ്മൾ റഫ്ലി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. സോ മുജീബ്, വെൽക്കം ടു ആർ പോഡ്കാസ്റ്റ് സീരീസ്. നമുക്ക് ഒരു അമേരിക്കൻ ഇന്ത്യ ഫെലോഷിപ്പ്, ഇതൊക്കെ ഇപ്പോൾ നാട്ടിൽ ആളുകളൊക്കെ ഡ്രീം ചെയ്ത് തുടങ്ങിയ അല്ലെങ്കിൽ സാധാരണ ആളുകളിലേക്ക് എത്തിയിട്ടുള്ള കൈൻഡ് ഓഫ് ഫെലോഷിപ്പാണ്. ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പിലേക്ക് എത്തുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ഇതൊന്നും പറഞ്ഞല്ലോ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്ത് മദീനത്തുന്നൂർ നിന്നാണ് ചെയ്തത്. അത് കഴിഞ്ഞ് PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഗ്രഹമുണ്ട് PhDക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് എബ്രോഡ് എവിടെയെങ്കിലും പോയിട്ട് ടോപ്പ് ടിയർ യൂണിവേഴ്സിറ്റിയിൽ എവിടെയെങ്കിലും അഡ്മിഷൻ വാങ്ങിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ PG കാലത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. കാരണം PhDയുടെ ഒരു ഇൻ്റർനാഷണൽ PhDയുടെ ഒരു അപ്ലിക്കേഷൻ ഏകദേശം ഒരു വർഷം മുമ്പെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ PG കഴിയുമ്പോഴേക്ക് അഡ്മിഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ആദ്യം ഒരു സൂപ്പർവൈസറെ കോൺടാക്റ്റ് ചെയ്യണം, അവർ നമുക്ക് അഷ്യൂർ ചെയ്യണം സീറ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ അവർക്ക് പ്രപ്പോസൽ അയക്കണം, പ്രപ്പോസൽ അവർ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ അതിൻ്റെ വേറെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ടാവും. നമുക്കൊരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് വേണം, നമുക്ക് റെഫറൻസ് വേണം. അപ്പോൾ ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് പ്രത്യേകിച്ചും IIT ഗാന്ധിനഗറിലായതുകൊണ്ടും അവരൊരു ഇത്തിരിയും കൂടി ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് PG പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്തൊരു ക്യാമ്പസാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ കൊളീഗ്സിനെ പോലെ തന്നെ ഞാനത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു PG സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്ക് എനിക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ ക്ലിയർ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. PhDക്ക് അഡ്മിഷൻ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലക്കിലി എനിക്ക് അപ്ലിക്കേഷൻ ചെയ്തതിനകത്തുനിന്ന് ഒരു യൂണിവേഴ്സിറ്റി കിട്ടി, വാർക്ക് യൂണിവേഴ്സിറ്റി UK-ലുള്ള. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു 100% ഫണ്ടിങ് കിട്ടിയില്ല. അപ്പോൾ ഇത് നേരത്തെ ഈ ഒരു അൺസർട്ടനിറ്റി നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ, ഇൻ്റർനാഷണൽ ആപ്ലിക്കേഷൻ്റെ ഈ ഒരു അൺസർട്ടനിറ്റി അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു പ്ലാൻ B സെറ്റാക്കി വെക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ B ആയിരുന്നു PhDക്ക് അഥവാ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഫെലോഷിപ്പ് ചെയ്യുന്നുള്ളത്, ഒരു ഷോർട്ട് ടേം ഫെലോഷിപ്പ്. അപ്പോൾ ഫെലോഷിപ്പുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കൈൻഡ്സ് ഓഫ് ഫെലോഷിപ്പ് ഉണ്ട്. അതിനകത്ത് റിസർച്ച് ഫെലോഷിപ്പുകളുണ്ട്. അതാ നമ്മൾ ഏതെങ്കിലും ഒരു റിസർച്ച് ടോപ്പിക്കിൽ ആരെങ്കിലും കീഴിൽ
ഒരു 6 മാസത്തേക്കോ 1 വർഷത്തേക്കൊക്കെ ഒരു ലാബ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ലൈബ്രറി ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് ഒരു റിസർച്ച് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ് വർക്ക് ഫെലോഷിപ്പുകൾ. വർക്ക് ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഡെവലപ്മെൻറ്റ് സെക്ടറിലൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ പ്രോബ്ലത്തിനെ നമ്മൾ ഫീൽഡിൽ നിന്നുകൊണ്ട് പഠിക്കാം. ഫീൽഡിൽ നമ്മൾ പോവും, ആ പ്രോബ്ലത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, അതിന് നമ്മൾ കൺസെപ്ച്വലൈസ് ചെയ്യും പ്രൊഫഷണലി, പിന്നെ നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് പ്രപ്പോസ് ചെയ്യും, റൈറ്റ്. പിന്നെ നമ്മൾ ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, പിന്നെ നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യും, ഇമ്പാക്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ. അപ്പോൾ അതൊരു പ്രൊഫഷണലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ഒരു PhDക്ക് പോവുകയാണെങ്കിൽ അതെന്തായാലും എൻ്റെ ഒരു മെത്തഡോളജി എത്നോഗ്രഫി ആയിരിക്കും. എത്നോഗ്രഫി എന്ന് സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കമ്മ്യൂണിറ്റീനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ പല വഴികളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള എഴുതപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കാണാം, അല്ലെങ്കിൽ അവരുടെ തന്നെ പോയിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു സർവേ നടത്താം. പല രീതിയിലും പഠിക്കാൻ പറ്റും. അപ്പോൾ അതിലുള്ളൊരു രീതിയാണ് എത്നോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടെ പോവുക, അവരെ കൂടെ ജീവിക്കുക, അവരെ ഭക്ഷണം കഴിക്കുക, അങ്ങനെ അവരെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുള്ളൊരു പ്രോസസ്സ്. അപ്പോൾ ഒരു ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനുള്ള ഒരു എക്സ്പോഷർ ഈ വർക്ക് ഫെലോഷിപ്പിലൂടെ കിട്ടും എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഇതിൻ്റെ ഒരു അതർ സൈഡാണ്. അപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ആ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഞാൻ PhDക്ക് ഈ വർഷം പോകുന്നില്ലെങ്കിൽ 1 വർഷം ഞാൻ ഈ ഫെലോഷിപ്പ് ചെയ്ത് എനിക്ക് ഷാർപ്പൺ ചെയ്യേണ്ട എൻ്റെ ഏരിയയാണ് എത്നോഗ്രഫി. അപ്പോൾ അത് ഈ ഫെലോഷിപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ അതിന് പോകുന്നത്. വേറൊരു പ്ലസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരുപാട് എക്സ്പേർട്സ് നമ്മുടെ കൂടെ ഉണ്ടാവും, മെൻറ്റേഴ്സായിട്ടും അല്ലാണ്ടൊക്കെ ആയിട്ട്. അപ്പോൾ അവരെ ഹെൽപ്പും കൂടെ കിട്ടുമ്പോൾ നമുക്ക് ആ സ്കിൽ സെറ്റ് ഷാർപ്പൺ ചെയ്യാം. ദെൻ നമുക്കത് ഫർദർ PhD ആപ്ലിക്കേഷനിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ ആഗ്രഹിക്കുന്നവർക്കും ഈ ഫെലോഷിപ്പുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതല്ലാണ്ട് ഒരു സോഷ്യൽ പ്രോബ്ലത്തിൽ എൻഗേജ് ചെയ്ത് നല്ലൊരു സോഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, സോഷ്യൽ ആക്ടിവിസ്റ്റൊക്കെ താല്പര്യമുള്ളവർക്ക്, അവർക്കും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫെലോഷിപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരാളൊരു PG കഴിയുമ്പം തന്നെ നല്ലൊരു പേയ്മെന്റ് ഫെലോഷിപ്പ് രൂപത്തിൽ നല്ലൊരു സേഫ് ആയിട്ടുള്ള പേയ്മെന്റും കൂടെ കിട്ടുന്നതാണ് അമേരിക്കൻ ഇന്ത്യ. അതും കൂടെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട്. കാരണം PG ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഇനിയും ഫ്രീ ആയിട്ടൊന്നും അല്ലെങ്കിൽ നമുക്ക് പെയ്ഡ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് ഈ ഫെലോഷിപ്പൊക്കെ. ഈ ഫെലോഷിപ്പൊക്കെ അത്യാവശ്യം നല്ല പെയ്ഡാണ്. കാരണം പ്രീമിയം ലെവലിലാണ് അവരുടെ എല്ലാ സർവീസുകളും ഉള്ളത്, അവരുടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളത്. അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന സ്റ്റൈപ്പൻറ്റും ആ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലുള്ള AIFൻ്റെ ക്ലിൻറ്റൺ ഫെലോഷിപ്പ് പോലുള്ള ഒരുപാട് ഫെലോഷിപ്പുകൾ ഇന്ന് അവൈലബിളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഫോക്കസ് ചെയ്യുക ക്ലിൻറ്റൺ ഫെലോഷിപ്പ് എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ഈ കാര്യങ്ങളിലേക്ക് കടന്നിട്ട് മുജീബിൻ്റെ ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് പറഞ്ഞു തുടങ്ങാം. ഓക്കെ. AIF എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊരു അമേരിക്കേൻ്റെ ഇന്ത്യയുണ്ട്, റൈറ്റ്. അപ്പോൾ അത് ഇപ്പോൾ ഒഫീഷ്യലി ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഒഫീഷ്യൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയിൽ നിന്ന് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് സെക്ടറിലേക്ക് വരുന്ന ഫണ്ടുകളെല്ലാം ചാനൽ ചെയ്യുന്നത് അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ വഴിയായിട്ടുമാണ്. അപ്പോൾ ഇവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ഫെലോഷിപ്പാണ് അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ വില്യം ജെ ക്ലിൻറ്റൺ ഫെലോഷിപ്പ്. ഇത് തുടക്കത്തിൽ വില്യം ജെ ക്ലിൻറ്റൺ ഫെലോഷിപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ അത് അറ്റ്ലസ് കോപ്സുമായിട്ട് സഹകരിച്ച് അവർ പിന്നെ അത് ബനിയാൻ ഇമ്പാക്റ്റ് ഫെലോഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ ബനിയാൻ ഇമ്പാക്റ്റ് ഫെലോഷിപ്പ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഫെലോഷിപ്പിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ലൈക്ക് എന്തുകൊണ്ട് നമ്മളിത് ചെയ്യേണ്ട എന്നുള്ളത്. അപ്പോൾ ഇത് വരുന്നത് ഏകദേശം ഗുജറാത്തിൽ എർത്ത് ക്വേക്ക് ഉണ്ടായല്ലോ 2002. അതെ, 2002 എർത്ത് ക്വേക്ക് ഉണ്ടായ സമയത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാലും എന്താ സംഭവിക്കാം, നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടും. ആൾക്കാർ ഭക്ഷണം കൊണ്ടുത്തരും, ഡ്രസ്സ് കൊണ്ടുത്തരും, അല്ലെങ്കിൽ ധാന്യങ്ങൾ കൊണ്ടുത്തരും, റൈറ്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഒരു വലിയൊരു നാച്ചുറൽ കലാമിറ്റി ആയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇന്ത്യനെ ഹെൽപ്പ് ചെയ്തു. അക്കൂട്ടത്തിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന ബിൽ ക്ലിൻറ്റനും ഇന്ത്യയുടെ PM ആയിരിക്കുന്ന വാജ്പേയിയും കൂടിയിരിക്കുന്ന ഒരു മീറ്റിങ്ങിലാണ് അവർ തീരുമാനിക്കുന്നത് ജസ്റ്റ് ഒരു മെറ്റീരിയലി ഉള്ള സഹായങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് വരുന്നൊരു തീരുമാനമാണ് US എന്നവർ ഒരു 20 എക്സ്പേർട്ടുകളെ, അതിനകത്ത് മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടുകളുണ്ട്, അതിനകത്ത് മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ടാവും, എൻജിനീയേഴ്സ് ഉണ്ടാവും. അവർ ഗുജറാത്തിൽ വരും. ഈ എർത്ത് ക്വേക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ അവരൊരു വർഷത്തോളം വർക്ക് ചെയ്യും. ആ രീതിയിൽ അവർ ആ കമ്മ്യൂണിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. 1 വർഷത്തേക്ക് എന്നാണ് തീരുമാനിച്ച്. 1 വർഷം കഴിഞ്ഞു, അവർ വീണ്ടും വർക്ക് ചെയ്തു. 2ാമത്തെ വർഷം 3ാമത്തെ വർഷം അവർ ആ സെക്ടറിൽ തന്നെ വർക്ക് ചെയ്തു. ദെൻ 4-5 വർഷമായപ്പോഴേക്ക് ഗവൺമെൻറ്റുകൾ തീരുമാനിച്ചു നമുക്കിതിനെ കണ്ടിന്യൂ ചെയ്യാം.
ഗുജറാത്തിനെ ബേസ് ചെയ്ത് മാത്രം ആക്കേണ്ട, അല്ലെങ്കിൽ എർത്ത് ക്വേക്കിന് വേണ്ടി മാത്രം തുടങ്ങി വെച്ച് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റാണ്ട് നമുക്കിതിനെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയും ഗുജറാത്തിൻ്റെ പുറത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. റൈറ്റ്, അങ്ങനെയാണ് ഒരു 5-ാമത്തെ വർഷം എത്തുമ്പോഴേക്കാണ് അവരതിലേക്ക് ഇന്ത്യൻ ഫെലോസിനെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫെലോസിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അമേരിക്കൻസും ഇന്ത്യൻസും ഒന്നിച്ചാണ് അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവർ വർക്ക് ചെയ്യുന്നത് ഇന്ത്യ ഡെവലപ്മെൻറ്റ് സെക്ടറിലാണ്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ഡെവലപ്മെൻറ്റ് സെക്ടറിലുള്ള ആക്ടിവിസം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിൻ്റെ പാർട്ടും കൂടെ ആയിട്ട് മാറുകയാണ്. അതാണ് ഈ ഫെലോഷിപ്പിനെ ബാക്കിയുള്ള എല്ലാ ഫെലോഷിപ്പിനും യുണീക്ക് ആക്കുന്നത്. ഇപ്പോൾ പല ഫെലോഷിപ്പുകളിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അശോക യൂണിവേഴ്സിറ്റിയുടെ യങ് ഇന്ത്യ ഫെലോഷിപ്പ് ഉണ്ട്. അതിനകത്ത് ഇച്ചിരി കൂടി ഒരു അക്കഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫെലോഷിപ്പാണ്. SBIയുടെ യൂത്ത് ഫെലോഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ടീച്ച് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് ഉണ്ട്, ഗാന്ധി ഫെലോഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേയൊക്കെ ഒരു സ്കൂൾ ടീച്ചിങ് ഓറിയൻറ്റഡ് ആയിട്ട് താല്പര്യമുള്ളവർക്ക് പോകേണ്ട ഫെലോഷിപ്പാണ്. അതുപോലെ ലാമ്പ് എം പിമാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ പല ചീഫ് മിനിസ്റ്റേഴ്സിനും അവരുടേതായിട്ടുള്ള ഫെലോഷിപ്പ് ഉണ്ട്, കലക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫെലോഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ AFൻ്റെ ഫെലോഷിപ്പിനെ ഡിഫറെൻ്റ് ആക്കുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്നുള്ളതാണ്. കാരണം നമ്മൾ അമേരിക്കൻ സ്റ്റുഡൻസിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പരസ്പരമുള്ള ഒരു എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, നമ്മുടെ വർക്ക് എത്തിക്സ്, നമ്മുടെ പ്രൊഫഷണൽ സ്റ്റൈലുകൾ, അതുപോലെ നമ്മുടെ കൾച്ചറുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ്, ഇതെല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫെലോഷിപ്പാണ് AF. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി, അതെല്ലാം ഒരു എൻട്രി പോയിന്റ് പറയുകയാണെങ്കിൽ ഇന്ന ഡിഗ്രി ചെയ്തവർ എന്നൊന്നുമില്ല. ഇല്ല, ഏത് UG ചെയ്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ആകെ അവർ നോക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ നമുക്ക് താല്പര്യം വേണം. എന്ന് വെച്ചാൽ ഏത് ഇൻ്റർനാഷണൽ അപ്ലിക്കേഷൻ ചോദിക്കുന്ന രീതിയിൽ തന്നെ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ പണിയെടുക്കാൻ പോകുന്നത്, ഓക്കെ, അതിൽ നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. അപ്പോൾ നമ്മളൊരു ബ്രേക്കിന് വേണ്ടി എടുക്കുന്നതാവരുത്, ചുമ്മാ ക്യാഷിന് വേണ്ടി എടുക്കുന്നതാവരുത്. അപ്പോൾ അത് അവരുടെ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ ആ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് അവർക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ എന്തിന് ഫെലോഷിപ്പിലേക്ക് വരുന്നു, ഇദ്ദേഹം ഫെലോഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ടെക്നിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ്, ഇദ്ദേഹം ഏത് രീതിയിലാണ് പിന്നെ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫെലോഷിപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ നിങ്ങളുടെ മെറിറ്റ് ഒന്നും നോക്കുന്നില്ല, മെറിറ്റ് ഇൻ എ സെൻസ് അക്കഡമിക് മാർക്ക് ലിസ്റ്റുകളൊന്നും അവർ നോക്കുന്നില്ല. നിങ്ങൾ പാസ്സായിരിക്കണം, നിങ്ങൾക്ക് UG ഉണ്ടായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. പക്ഷേ നിങ്ങൾ എവിടെ പഠിച്ചു, വില്ലേജിൽ നിന്നാണോ സിറ്റിയിൽ നിന്നാണോ, നിങ്ങളൊരു ഐവി ലീഗിൽ നിന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ എലീറ്റ് സ്കൂളിൽ നിന്നാണോ ഒന്നും അവർ നോക്കില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലാണ് ഇതിൻ്റെ ക്രക്സ് കിടക്കുന്നത് ഈ ആപ്ലിക്കേഷനിൽ. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടായിരിക്കും മുജീബിൻ്റെ അനാലിസിസിൽ മുജീബിനെ AF ചൂസ് ചെയ്തിട്ടുണ്ടാവുക? അതിലേതൊക്കെ ഏരിയ, എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വരുന്നത്, എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നോക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടുന്ന് വരുന്നു, ലൈക്ക് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി, പിന്നെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അപ്പോൾ അതിന് നിങ്ങളെങ്ങനെ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു ഫാക്ടേഴ്സായിട്ട് മാറിയിട്ടുണ്ടാവുക എൻ്റെ അതിന് മുമ്പുള്ള കുറേ എക്സ്പീരിയൻസുകളാണ്, പ്രത്യേകിച്ചും ഡെവലപ്മെൻറ്റ് സെക്ടറിൽ. അപ്പോൾ മദീനത്തുന്നൂറിലൊക്കെ പഠിക്കുന്നതുകൊണ്ടുള്ളൊരു പ്ലസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 12th തൊട്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടും ഡെവലപ്മെൻറ്റ് സെക്ടറിൽ. കർണാടകയിലുണ്ടായിരുന്നു ഞാൻ, എനിക്ക് തോന്നുന്നത് എൻ്റെ ഗുജറാത്തിലുണ്ടായിരുന്നു UG കഴിയുന്ന സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷം PG സമയത്ത് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഇൻറ്റേൺഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും നമ്മളൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫർദർ സ്റ്റഡിക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഭയങ്കര പ്ലസ് ആയിട്ട് വരുന്നതാണ് ഇൻറ്റേൺഷിപ്പുകൾ ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. അത് പെയ്ഡ് ആയിക്കോളണമെന്നില്ല, ചിലപ്പോൾ നല്ല പണിയായിരിക്കും. പക്ഷേ നമ്മൾ മാക്സിമം ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്ലസ് ആയിട്ട് വരും ഏത് ആപ്ലിക്കേഷനിലും. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ആക്ഷൻ എയ്ഡ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഇമ്മേർഷൻ പ്രോഗ്രാം ഉണ്ട് 10 days. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മധ്യപ്രദേശിലെ ഗോൺ ട്രൈബ്സ് ഉണ്ട്. ഗോൺ ട്രൈബ്സ് ഇപ്പോൾ ഏകദേശം ആ വില്ലേജിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ചുട്ക എന്നാണ്. അപ്പോൾ അത് ജബൽപൂരിൽ നിന്ന് നമ്മളൊരു 6-7 മണിക്കൂർ നമ്മൾ ട്രക്കിൽ പോകണം. അവിടേക്ക് വേറെ വണ്ടികളൊന്നുമില്ല, ആ ഗ്രാമത്തിലേക്ക് ഒരൊറ്റ വണ്ടിയുള്ളൂ ഒരു ദിവസം. അപ്പോൾ ആ വണ്ടിയുടെ ഓണറുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആക്ഷൻ എയ്ഡ് ഇൻ്റർനാഷണൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് അസീം പ്രേംജി ഫൗണ്ടേഷനോട് കൊളാബ് ചെയ്തിട്ടാണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളാക്കിയിട്ട് വില്ലേജിലേക്ക് അയക്കും. അപ്പോൾ ആ വില്ലേജിൽ പോയിട്ട് നമ്മൾ 10 ദിവസം സർവൈവ് ചെയ്യണം. അപ്പോൾ ലിറ്ററലി നമുക്ക് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ബേസിക് കമ്മ്യൂണിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓപ്പൺ ഡെഫെക്കേഷനാണ്, ടോയ്ലറ്റുകൾ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ വെള്ളം എടുക്കണമെന്ന്, വെള്ളം ഫെച്ച് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ദൂരെ പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് വരേണ്ടി വരും. നമ്മൾ സ്വന്തം കുക്ക് ചെയ്യണം, റൈറ്റ്. ആ വില്ലേജിൽ ഞങ്ങൾ 10 ദിവസം 2 ദിവസം മാത്രമേ കറണ്ട് ഉണ്ടായിട്ടുള്ളൂ, ഇലക്ട്രിസിറ്റി ഉണ്ടായിട്ടുള്ളൂ.
അപ്പോൾ മാർക്കറ്റ് ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ ആ 10 ദിവസത്തേക്കുള്ള പ്ലാനിങ് നമുക്ക് വേണം. കുക്ക് ചെയ്യാൻ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം, എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത്. കറണ്ടിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഫോണൊക്കെ ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും പ്രിപ്പറേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ക്യാമ്പിന് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വില്ലേജിൻ്റെ എക്കോണമി, ആ വില്ലേജിൻ്റെ ഒരു പൊളിറ്റിക്സ്, ആ വില്ലേജിൻ്റെ ഒരു കൾച്ചറൽ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചെടുക്കണം ഈ 10 പേര്. എന്നിട്ട് വന്നിട്ട് തിരിച്ച് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര പ്ലസ് ആയിരുന്നു. കാരണം അത്തരം ഒരു വില്ലേജിൽ നിൽക്കുക എന്നുള്ളത് വലിയ ഈസി അല്ല. കാരണം ഭയങ്കര കൾച്ചറൽ ഷോക്കുകളുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മൾ ഈ കുക്ക് ചെയ്യുകയാണെങ്കിൽ വെള്ളം എടുക്കാൻ പോകണമല്ലോ. അപ്പോൾ പണ്ടത്തെ കുഴൽക്കിണറില്ലേ, അതിനൊരു ലിവറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2-3 പേരൊക്കെ വേണ്ടി വരും ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാനും ഒരു ജോസ്റ്റിനും ഓഗസ്റ്റിനും അതുപോലെ ഒരു അങ്കിത്തും, ഞങ്ങൾ 3 പേരും കൂടെ വെള്ളം എടുക്കാൻ പോയിട്ട് വെള്ളം എടുത്ത് തിരിച്ചു വരുമ്പോൾ നമ്മളവിടെ പരിചയപ്പെട്ട കുറേ ഗ്രാമീണരുണ്ട് നേരത്തെ. അപ്പോൾ അവർ ഈ CCTV പോലെ ഇങ്ങനെ അമ്പലത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് അഭിപ്രായം പറയുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അവർ ഭയങ്കര ചിരിയായിരുന്നു. ഞങ്ങൾ നോക്കിയിട്ട് ഭയങ്കര ചിരിയും അടക്കം പറച്ചിലൊക്കെ. അപ്പം അന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. 2-ാമത്തെ ദിവസം അതുപോലെ തന്നെ അവർ ഞങ്ങളങ്ങനെ നോക്കും, ഞങ്ങളെന്ത് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ വെള്ളം കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും അവിടെ പുരുഷന്മാർ ചെയ്യില്ല. പുരുഷന്മാർ ചെയ്യാൻ പറ്റാത്ത പണി പെട്ടതാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് എനിക്ക് പിന്നെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് വീണ്ടും ഒരു ഇൻറ്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ഈ സംഗമ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള. അവർ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്തൊരു ഇമേഴ്ഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും കൂടെ ലെങ്ത്തായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് ഓൾട്ടർനേറ്റീവ് ലീഗൽ ഫോറം എന്ന് പറഞ്ഞിട്ട് സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, അവർ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഹൈലൈറ്റ് ചെയ്തു. അതിലേക്കാണൊക്കെ പ്ലസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഈ 3 ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടെറൈനിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ കശ്മീരിൽ ഒരു ലാപ്പത്ത എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ലാപ്പത്ത എന്ന് പറഞ്ഞാൽ ഡിസപ്പിയർ മിസ്സിങ്, അവിടെ കുറേ മിസ്സിങ് കേസുകളുണ്ടല്ലോ, കുറേ അഡ്രസ്സ് ഇല്ലാത്ത കുറേ കബറുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ശ്രീനഗറിൽ. അപ്പോൾ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ലാപ്പത്ത. അപ്പോൾ ലാപ്പത്തയിലേക്ക് ഞാൻ പ്രപ്പോസലൊക്കെ അയച്ചു. അപ്പോൾ ലാപ്പത്തയിൽ അവർക്കത് ഇഷ്ടമായി, അവർക്ക് താല്പര്യം മനസ്സിലായി. പക്ഷേ അവർക്ക് കുറേ ലോജിസ്റ്റിക്കൽ ഇഷ്യൂ ഉണ്ട്. അന്ന് നമുക്ക് സ്റ്റേ തരാൻ കഴിയില്ല. കാരണം 370 ഒക്കെ വരുന്നതിന് മുമ്പാണ്. 370 വന്നതിന് ശേഷം മൊത്തത്തിൽ മാറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെ. അപ്പോൾ അന്ന് എനിക്ക് അവർ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, പക്ഷേ അവർക്ക് തരുന്നതിനകത്ത് കുറേ ലോജിസ്റ്റിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കണക്ഷനുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലേ യെസ് ഇന്ത്യ ഫൗണ്ടേഷൻ. അപ്പോൾ യെസ് ഇന്ത്യ ഫൗണ്ടേഷനിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് ചുമ്മാ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യണം നിങ്ങളുടെ കൂടെ എന്നാണ് പറഞ്ഞത്. കശ്മീരിൽ വന്നിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി യെസ് ഇന്ത്യ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്തു. പക്ഷെ അത് പൂഞ്ചില വേറെ തന്നെ ഏരിയയാണ്. പക്ഷേ ഞാൻ ലാപ്പത്തേ പോയി, ശ്രീനഗറിൽ പോയിട്ട് ഇവരെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പൂഞ്ചിൽ താമസിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഫീസിബിൾ അല്ല നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മേ ബി സംഹൗ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്താൽ ഞങ്ങൾ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ നോക്കി എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായി അന്നത്തെ ഇപ്പോഴത്തെയും കശ്മീരിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലുള്ള കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണല്ലോ അവിടുത്തെ പട്ടാളം, അവിടുത്തെ സിവിലിയൻസും. അപ്പോൾ എനിക്ക് തോന്നി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ യെസ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ആൾക്കാർക്ക് അവിടെയുള്ള കുറച്ച് മലയാളി BSF ജവാന്മാരോടൊക്കെ കണക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു ലൈക്ക് അവരുടെ ഒരു റിലേഷൻ എങ്ങനെയാണെന്നുള്ളതും സിവിലിയൻസായിട്ട്. കാരണം ഭയങ്കര ഇഷ്യൂസ് ഉണ്ടല്ലോ അവർ തമ്മിൽ. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ മേക്കപ്പ് ചെയ്യാൻ ഇവരെന്തെങ്കിലും പ്രോജക്റ്റോ വല്ലതോ വല്ല ആക്ഷൻസോ ആർമിയുടെ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ടോ ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഓപ്പറേഷൻ സദ്ഭാവന എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് അവർക്കുണ്ട് എന്നല്ല. അപ്പോൾ പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് ഓപ്പറേഷൻ സദ്ഭാവന എന്താണെന്ന് പഠിക്കുക, അതെങ്ങനെയാണ് ഇവർ സിവിലിയൻസിൻ്റെ ഇടയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഇൻറ്റേൺഷിപ്പുകൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷനകത്ത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ അതെന്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയുടെ വ്യത്യസ്ത സെക്ടറിൽ വ്യത്യസ്ത ജോഗ്രഫിയിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെന്ന് മാത്രമല്ല നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ആപ്ലിക്കേഷനിൽ ഇപ്പോൾ വെസ്റ്റേൺ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ആപ്ലിക്കേഷൻസ് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുമ്പോൾ അവരെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിന് നമുക്കിനി ഇമാജിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ പോരെ. പക്ഷെ അത് അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾക്ക് ചിലരിപ്പോൾ ഉണ്ടാവും ഞാൻ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ്, ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്ന് ആപ്ലിക്കേഷനകത്ത് പറയും. പക്ഷേ നോബഡി കെയർസ്. ആൾക്കാർ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ്സ് ആരും നോക്കൂല. അഡ്ജക്റ്റീവ്സ് നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മറിച്ച് ഇതിനെ ബാക്കപ്പ് ചെയ്യുന്ന സാധനം നിങ്ങൾ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് ഇത്തരം കേസസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇത്തരം ഇൻറ്റേൺഷിപ്പുകൾ എനിക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ അവരെന്നെ സെലക്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലസ് മേ ബി വരുന്നതൊരു റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. കാരണം
ഈ ഇൻ്റർനാഷണൽ അപ്ലിക്കേഷൻസ് ഒക്കെ നോക്കുന്ന ഒരു കാര്യം ഇതും കൂടിയാണല്ലോ. അവർ ഡൈവേഴ്സിറ്റിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ 1000 അപ്ലിക്കേഷൻസ് വന്നു, അതിനകത്തുനിന്ന് 200 പേരും വന്നിരിക്കുന്ന ഭയങ്കര അടിപൊളി അപ്ലിക്കേഷൻസ് ആണ്, എല്ലാവരും കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ അവരെടുക്കില്ല. അവരെ ഡൈവേഴ്സിറ്റീനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. കാരണം അതാണ് കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല AFനെ പോലത്തെ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും അവരുടെ ഒരു ഡെപ്ത് കൂട്ടാനല്ലേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അവർക്ക് എല്ലായിടത്തും ഫെലോസ് വേണമെന്നുള്ള രീതിയിൽ. അപ്പോൾ മേ ബി ആ ഒരു സമയത്ത് കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് അവർക്ക് എലിജിബിളായിട്ട് തോന്നിയിരിക്കുന്നത് ഞാനായിരിക്കാം ബാക്കിയുള്ളവരോട് കോമ്പറ്റ് ചെയ്തത്. ഞാൻ എല്ലാവരോടും കോമ്പറ്റ് ചെയ്തു അതിന് അർത്ഥമില്ല. ഓരോ ഡോക്കറ്റുകളാണെന്നാണ് പറയുക. ഇൻ്റർനാഷണൽ അപ്ലിക്കേഷൻസ് എപ്പോഴും അങ്ങനെയാണ്. അവർ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഡോക്കറ്റ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്നുണ്ടാവും. അപ്പോൾ അതിലോടുള്ളവരോട് മാത്രമേ ബെസ്റ്റ് ആയിട്ട് വരുന്നവർക്കായിരിക്കും അവർ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത്. അപ്പോൾ UG ചെയ്യുന്ന സമയത്തും PG ചെയ്യുന്ന സമയത്തും നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ മിസ്സായി പോകുന്നൊരു കാര്യമാണ് ഈ ഇന്റേൺഷിപ്പ്, അപ്ലിക്കേഷൻ. ആൾക്കാർക്ക് മടിയായിരിക്കും. ഈവൻ ഇപ്പോൾ +1 +2 സ്കൂള് പഠിക്കുന്ന സമയത്ത് പോലും ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്തിനാ ഇത് പഠിക്കുന്നത്, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ക്യൂരിയസ് ആണ്, എന്തൂസിയാസ്റ്റിക് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന, ജസ്റ്റിഫൈ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് നമ്മളെ പാട്ടിൽ നിന്ന് ഉണ്ടാവണം. അതാണ് ശരിക്കും മുജീബിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ കുക്കപ്പ് ചെയ്തൊരു സ്റ്റോറി പറഞ്ഞോന്ന് വിചാരിച്ചോ, ഞാനിങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന സ്ഥലത്ത്. ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ അവർ ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് വയ്ക്കും, റൈറ്റ്? അവിടെ നിങ്ങൾ ചെയ്തൊരു ആക്ടിവിറ്റി പറയാൻ പറയും, അതിൻ്റെ ഒരു ലേണിംഗ് പറയാൻ പറയും. അപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് ആ സ്റ്റോറീസ് വേണം. അപ്പോൾ ആ സ്റ്റോറീസ് ഒരിക്കലും നമുക്ക് എന്ത് പറ്റില്ല, പ്രിപ്പയർ ചെയ്ത് പോകാൻ കഴിയില്ല, റൈറ്റ്? അപ്പോൾ ഇവരുടെ ഈവൻ ഇൻ്റർവ്യൂ വരെ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഫെലോസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എല്ലാ ഫെലോസിനും ഇവർ ഏകദേശം 1.5 മണിക്കൂർ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ഓരോ കാൻഡിഡേറ്റിന്. ആരെയും ഇപ്പോൾ അവരൊരു കുട്ടി ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് വിചാരിച്ചിട്ട് അവരൊരിക്കലും 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ആ കാൻഡിഡേറ്റിൻ്റെ എല്ലാ സ്റ്റോറിയും ഇവർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഇൻറ്റേൺഷിപ്പ് സ്റ്റോറീസും ഞാൻ സ്വാഭാവികമായിട്ടും അവിടെ ഷെയർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ അവർക്ക് ആ ഡെപ്ത് മനസ്സിലാവും. അപ്പോൾ അതൊരു പ്ലസ് ആയിട്ട് മാറിയിട്ടുണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെ തന്നെ ഫെലോഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ തന്നെ മുജീബിൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ സമയത്തും ഉണ്ടായ എക്സ്പീരിയൻസുമായിട്ട് കമ്പയർ ചെയ്യാം ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ. നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ഇപ്പോൾ സാധാരണ ഇപ്പം നാട്ടിൽ തന്നെ ഡിഗ്രി പഠിക്കാൻ, ഇന്ത്യയിൽ തന്നെ ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അധികവും അവർക്ക് എൻട്രൻസ് എക്സാംസ് ഉണ്ടാവുക. പക്ഷേ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻസ് ആണെങ്കിലും ഫെലോഷിപ്സ് ആണെങ്കിലും അതിനൊക്കെ ഉള്ളത് അതിൻ്റെ പ്രൊപ്പോസൽ റൈറ്റിങ്ങും അതിൻ്റെ ഇൻ്റർവ്യൂ, അതാണ് അതിൻ്റെ സ്ക്രൂട്ടിനി സ്റ്റേജ് എന്ന് പറയുന്നത്, സെലക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ മാർക്ക് മാത്രമല്ല, ദാറ്റ് സെൻസ് മാർക്ക് മാത്രമല്ല, നമ്മുടെ സ്റ്റോറി ലൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഇതിന് ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് എങ്ങനെ AIFലേക്ക് കയറിയതിന് ശേഷമുള്ള എക്സ്പീരിയൻസിലേക്ക് വന്നാൽ എന്താ പറയാനുണ്ടാവുക? ഈ ഫെലോഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഈ ഫെലോഷിപ്പ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ ട്രെയിനിങ് ആസ്പെക്ട്സ് എല്ലാം കവർ ചെയ്യുന്നത് അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിന് 3 സ്റ്റേജാക്കി തിരിക്കാം. ഒന്നൊരു ഓറിയൻറ്റേഷൻ ഉണ്ട്, ഒരു മിഡ് പോയിൻ്റ് ഉണ്ട്, ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട്. എൻഡ് പോയിൻറ്റിലാണ് കോൺവെക്കേഷൻ വന്നത് തീരാം. അപ്പോൾ ഈ 3 സ്റ്റേജിലും എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം കവർ ചെയ്യുന്നത് AF ആയിരിക്കും അതിന് ലീഡർഷിപ്പ് എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഓറിയൻറ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയിലായിരിക്കും. ആ ഏരിയ ചിലപ്പം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റീജിയൻ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകും, റൈറ്റ്? അപ്പോൾ അതെങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കടന്നു കഴിഞ്ഞാൽ, അഥവാ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് ഏകദേശം അവർക്ക് അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി തരും, റൈറ്റ്? അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു 60-70 പ്രോജക്റ്റുകൾ ഉണ്ടാവും, പല റീജിയണിലും അവർക്ക് അവൈലബിൾ ആയിരിക്കുന്ന പ്രോജക്റ്റുകൾ. അപ്പോൾ നമ്മുടെ എക്സ്പെർട്ടൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന 3 പ്രോജക്റ്റ് വരെ നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ നമുക്കൊരു പ്രോജക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തിരുന്നത് അർബൻ ഗവേണൻസിലൊരു പ്രോജക്റ്റ് ആയിരുന്നു. അത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ജനാഗ്രഹ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അവർ കൂടെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ദെൻ ഞാൻ ചൂസ് ചെയ്തിരുന്നത് റാഞ്ചിയിൽ, ഞാനതാണ് പിന്നെ പിക്ക് ചെയ്തത്. റാഞ്ചിയിലൊരു ഓർഗനൈസേഷൻ ശ്രീജൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അവർ വർക്ക് ചെയ്യുന്നത് ഈ മൈഗ്രേഷനിലും ഹ്യൂമൻ റൈറ്റ്സിലും ഒക്കെ ആയിരുന്നു, അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലും. അപ്പോൾ അതെനിക്ക് ഇത്രയും കൂടെ എനിക്ക് ആ കശ്മീരിൻ്റെ അത് ഇൻറ്റേൺഷിപ്പൊക്കെ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയപ്പോൾ ഞാൻ അതാണ് പിന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞാലാണ് അവർ നമ്മളെ ശരിക്കും ഇതിൻ്റെ ഫെലോ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ AIFൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം ഏകദേശം ഒരു
ഒരു മാസത്തോളം നമ്മൾ എല്ലാ ഫെലോസും ഒന്നിച്ചായിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടൈം. എന്ന് വെച്ചാൽ സാധാരണ ഒരു സോഷ്യൽ സെക്ടറിലെ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ലക്ഷറി ലൈഫാണ് ആദ്യത്തെ ഏകദേശം ഒരു മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ നിൽക്കുന്നത് നല്ല ലക്ഷറി ഹോട്ടൽസിലായിരിക്കും, റിസോർട്ടിലായിരിക്കും, റൈറ്റ്. അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ ആദ്യം ഒരു ജാപ്പനീസ് ഹോട്ടലിലായിരുന്നു, പിന്നെ ദി ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്യൂർ വെജിറ്റേറിയൻ ഒരു ഭയങ്കര സൈലൻറ്റ് സ്പേസിലേക്ക് മാറി. പിന്നെ സരിസ്ക ടൈഗർ റിസർവ് രാജസ്ഥാനിൽ അങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, ഉത്തരാഖണ്ഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജേണിയാണ്, പല ക്യാമ്പുകളാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ടീം ബിൽഡായിട്ട് വരുന്നത്. അപ്പോൾ എന്നിട്ട് ഈ ഒരു ഓറിയൻറ്റേഷൻ ഏകദേശം തീരുമ്പോൾ നമ്മളെ അവർക്ക് ഈ ഹോസ്റ്റ് ഓർഗനൈസേഷനക്ക് സെൻഡ് ചെയ്യണമല്ലോ. ഇപ്പം എന്നെ ജാർഖണ്ഡിലേക്ക് അയക്കണം, അതുപോലെ ഓരോ ഫെലോസിനെയും ഓരോ സ്ഥലത്തേക്ക് അയക്കണം. അപ്പോൾ ഈ ഓരോ ഹോസ്റ്റ് ഓർഗനൈസേഷനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ജാർഖണ്ഡിലൊരു മെൻറ്റർ ഉണ്ടാവും. അപ്പോൾ ആ മെൻറ്റർ നമ്മളെ കാണാൻ വരും ഈ ഓറിയൻറ്റേഷൻ തീരുന്ന സമയമാകുമ്പോഴേക്കും. എന്നിട്ട് മെൻറ്റർ നമ്മളെ കൂടെ ഒരു ഡേ അവിടെ സ്പെൻഡ് ചെയ്യും. പക്ഷേ നമ്മളോട് മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇടയിൽ ഒരു ഐസ് ബ്രേക്കിംഗ് അവിടെ വരുന്നുണ്ട്, റൈറ്റ്. ദെൻ നമ്മൾ കണ്ട് പരിചയപ്പെട്ട് അവർ നമുക്ക് പറഞ്ഞു തരും ജാർഖണ്ഡിൽ ഇതൊക്കെയാണ്, നിങ്ങൾ ഇങ്ങോട്ടാണ് വരിക, ഇവിടെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുക, ഇതായിരിക്കും നിങ്ങൾ ചെയ്യുക. ഒക്കെ നമ്മൾ അറിഞ്ഞ് ലോജിസ്റ്റിക്സ് ഒക്കെ ക്ലിയറായി അവർ തിരിച്ചു പോകും. അങ്ങനെ 2 ദിവസം ഡൽഹിയിൽ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹോസ്റ്റ് ഓർഗനൈസേഷനിലേക്ക് മൂവ് ചെയ്യുക. പിന്നെ നമ്മൾ അവിടെ നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഡൽഹിയിലേക്ക് വരും. എല്ലാവരും തിരിച്ചു വരുമ്പോൾ അതിനാണ് മിഡ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അത് ഡൽഹിയിലായിക്കോളണമെന്നില്ല, അത് പല ലൊക്കേഷനിലാണ് അവരത് സെറ്റ് ചെയ്യുക. വരും, എല്ലാവരും അവരവർ ചെയ്ത പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ സംസാരിക്കും, ഷെയർ ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. അതൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ്സാണ്, റൈറ്റ്. എല്ലാവരും സജഷൻസ് തരും, ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മിഡ് പോയിൻ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചു പോകും ഹോസ്റ്റ് ഓർഗനൈസേഷനിലേക്ക്. നമ്മുടെ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്ത് എൻഡ് പോയിന്റിലേക്ക് വരും. വീണ്ടും എഗെയിൻ നമ്മൾ ഒന്നിച്ച് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് എൻഡ് പോയിന്റ് തീരുന്നത്. ഇപ്പോൾ ഒരു 10 മാസം നീണ്ടു നിൽക്കുന്ന ഫെലോഷിപ്പാണ്. ഇനി ഒരാൾക്ക് 10 മാസം കൊണ്ട് അയാൾ വിചാരിക്കുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് അതിനുള്ള ഫണ്ട് അവർ ഫർദർ തരുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് അവരതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ലൈഫായിരിക്കും. ലൈക്ക് ഡെവലപ്മെൻറ്റ് സെക്ടർ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിൽ റൺ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മളെ ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷനാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നതോ ഏതെങ്കിലും ഒരു റിമോട്ട് ഏരിയയിലെ ഒരു ഓർഗനൈസേഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഓട്ടോണമി ഉണ്ട്, റൈറ്റ്. കാരണം അവരല്ലേ എനിക്ക് സാലറി തരുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു പ്രിവിലേജും തരും, നമുക്ക് നല്ലൊരു ഓട്ടോണമിയും തരും ആ സ്പേസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. കാരണം ഈ ഓർഗനൈസേഷന് നമ്മൾ ശരിക്കും ഒരു ബ്രിഡ്ജാണ് ടു അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ. കാരണം അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ ജസ്റ്റ് ഫെലോഷിപ്പിനപ്പുറത്തേക്ക് ഒരുപാട് ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ഹ്യൂജ് ഓർഗനൈസേഷനും കൂടിയാണ്. അപ്പോൾ അവരുമായിട്ട് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹോസ്റ്റ് ഓർഗനൈസേഷൻ ആവശ്യമാണ്. അപ്പോൾ യു ആർ ലൈക്ക് ആൻ അംബാസഡേഴ്സ്, മനസ്സിലായോ? അപ്പോൾ ആ പ്രിവിലേജും നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് അതിന് നമ്മൾ പോസിറ്റീവ്ലി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ ഫീൽഡ് ആക്സസ് ചെയ്യുന്നതിനകത്താണെങ്കിലും നമ്മൾ മെറ്റീരിയൽസ് ആക്സസ് ചെയ്യുന്നതിനകത്താണെങ്കിലും നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനകത്തൊക്കെ അത് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ മൈൻഡൊക്കെ ഫ്രീ ആക്കി ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫെലോഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ഈ ക്ലിൻറ്റൺ ഫെലോഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ആദ്യം ഇങ്ങനെ ജാർഖണ്ഡിലേക്ക് റാഞ്ചിയിലല്ല പോയിരുന്നത്, റാഞ്ചിയിലേക്ക് പോയി ആ ഓർഗനൈസേഷൻ്റെ വർക്ക് എന്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ? റാഞ്ചി എനിക്കൊരു ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. ജാർഖണ്ഡ് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം അതെ, MS ധോണിയുടെ സ്ഥലമാണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് തോന്നിയത്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇപ്പോൾ നിങ്ങൾ നോർത്തിൽ ഉണ്ടായിട്ടുണ്ട്, നോർത്തിൽ സൗത്ത് ഇന്ത്യൻസ് ഫേസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റേസിസം ഉണ്ടല്ലോ, മദ്രാസി എന്നുള്ളൊരു സാധനം. അപ്പോൾ അതിനെനിക്ക് ഭയങ്കരമായിട്ട് അത് ബ്രേക്ക് ചെയ്യപ്പെട്ടൊരു സ്പേസാണ് റാഞ്ചി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധോണിയും ഈ ചെന്നൈ സൂപ്പർ കിങ്സും. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ കൊടിതോരണങ്ങളെല്ലാം CSKൻ്റെയാണ്. അപ്പോൾ അവരെല്ലാം ലൈക്ക് തമിഴൊക്കെ പറയാൻ ശ്രമിക്കണ കുറേ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വർക്ക് സ്പേസിലൊക്കെ എല്ലാവരും CSK ഫാൻസാണ്, വളരെ അപൂർവമായിട്ടാണ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതർവൈസ് ജാർഖണ്ഡ് എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് റീജിയൻ തന്നെയാണ്. ഇപ്പോൾ ഒന്നാമത് ട്രൈബ്സാണ്,
ഇപ്പോൾ എൻ്റെ പ്രോജക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പോകുമ്പോൾ മനസ്സിലാക്കിയിരുന്നത് കുറേ മൈഗ്രൻ്റ് ലേബേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആസ്പെക്റ്റും ലോ ഒക്കെ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത് മനുഷ്യക്കടത്ത് നമ്മൾ കേൾക്കുന്ന ഒരു സാധനം അവിടുത്തെ ഒരു വലിയൊരു ഇഷ്യൂ. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളും സ്ത്രീകളും മനുഷ്യക്കടത്തിന് വിധേയരാകുന്നത് ജാർഖണ്ഡിൽ നിന്നാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഓർഗനൈസേഷൻ, അവർ മാത്രമല്ല 13 ഓർഗനൈസേഷൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ജാർഖണ്ഡ് ആൻറ്റി ട്രാഫിക്കിംഗ് നെറ്റ്വർക്ക്. അപ്പോൾ അതും അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് സെപ്പറേറ്റ് പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ജത്തൻ എന്നാണ് ഞാൻ വിളിക്കുക, ജാർഖണ്ഡ് ആൻറ്റി ട്രാഫിക്കിംഗ് നെറ്റ്, അവരെ പ്രോജക്റ്റിൽ ഞാൻ ഇൻവോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒന്നും കൂടെ വൈഡായിട്ട് ജാർഖണ്ഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ 13 ഓർഗനൈസേഷനിലും പോകും, അതിൻ്റെ എല്ലാ മേഖലയിലേക്കും പോകാൻ പറ്റും. അപ്പോൾ ഇവർ ചെയ്യുന്നത് ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ ടാക്കിൾ ചെയ്യുന്നതിൻ്റെ അകത്ത് മൈഗ്രേഷൻ എങ്ങനെ സേഫ് ആക്കാം. കാരണം ആൾക്കാർ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എങ്ങനെ ഉണ്ടാവുന്നത്, ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ചതിയിലൂടെ അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരാളെ എന്ത് ചെയ്യുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മളവരെ വഞ്ചിച്ച് ജോബ് ഓഫറൊക്കെ കൊടുത്ത് കൊണ്ടുപോയിട്ട് ജോബ് ഓഫറും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അൾട്ടിമേറ്റ്ലി ദേ വിൽ എൻഡ് അപ്പ് ഇൻ സംതിങ് എൽസ്. അതാണല്ലോ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിനെ സേഫ് ആക്കണം എന്നുള്ളൊരു ഒരു മോട്ടീവിലാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നത്. കാരണം അവർ വർക്ക് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ പല ഓർഗനൈസേഷൻസും ഉണ്ട്, ഇൻക്ലൂഡിങ് സ്റ്റേറ്റ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മൂവ്മെൻറ്റിനെ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഹ്യൂമൻ ട്രാഫിക്ക് മനുഷ്യക്കടത്തില്ലാണ്ടിരിക്കണമെങ്കിൽ മനുഷ്യന്മാരെങ്ങോട്ടും പോകരുത്, മനുഷ്യന്മാരെല്ലാം അവരുടെ ആ ഒരു സ്പേസിൽ തന്നെ നിൽക്കണം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതിനെ കാണുന്നവരുമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ആൾക്കാർ മൂവ് ചെയ്യുന്ന ഒന്നുകിൽ എന്തെങ്കിലും ഒരു പുഷ് ചെയ്യുന്ന ഫാക്ടർ ഉണ്ടാവും. പോവർട്ടി ആയിരിക്കാം, അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാരണം മൂവ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അപ്പോൾ പലരും പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഇൻ്റർവെൻഷൻസ് ഇവിടെ അങ്ങനെ കൊടുത്താൽ പോരെ. അങ്ങനെ വർക്ക് ചെയ്യുന്ന കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവർക്ക് തൊഴിൽ കൊടുക്കണം, ഇവരെ പോവർട്ടീനെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യണം, ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, അപ്പോൾ ഇവർ മൂവ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും ആൾക്കാർ മൂവ് ചെയ്യും. ഇപ്പോൾ പുള്ളിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും. മുംബൈ ഭയങ്കര അടിപൊളിയാണ്, ഡൽഹി, കേരളം എന്നൊക്കെ കേട്ടിട്ട് ആൾക്കാർ ആ ഒരു ഇമാജിനേഷനിൽ ആൾക്കാർ അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ അവർക്ക് വരുന്നത് വെച്ചാൽ ഇവർ പിന്നെ മൊബിലിറ്റി കിട്ടുമ്പോൾ ആൾക്കാരിൽ മൊബൈൽ ഫോൺ വന്നു, ഇൻ്റർനെറ്റ് വന്നു, ആൾക്കാർ ലോകം തിരിയാൻ തുടങ്ങി. ലോകം തിരിഞ്ഞാലും ആൾക്കാർ മൂവ് ചെയ്യും. മനുഷ്യന്മാരെന്തായാലും മൂവ് ചെയ്യും. അപ്പോൾ ആ മൂവ്മെൻറ്റിനെ സേഫ് ആക്കണം, അതിന് വേണ്ട ലോജിസ്റ്റിക്സ് അതെല്ലാം ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഫിലോസഫിയും ഓറിയൻറ്റേഷനും ഒക്കെ എനിക്ക് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആ രീതിയിലാണ് അവർ കൂടെ ഞാൻ ആലോചിക്കുന്നത്. 14 അമേരിക്കക്കാരുണ്ടല്ലോ നിങ്ങളുടെ ഫെലോഷിപ്പിൽ, അവർക്ക് ഇന്ത്യയിലെ ഇങ്ങനത്തെ റിമോട്ട് വില്ലേജിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് എന്തായിരിക്കും? അവർക്ക് അങ്ങനെ ആയിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അതാ എനിക്കും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ഞാൻ അങ്ങനെ ആലോചിക്കും എന്തിനാണ് ഈ അമേരിക്കൻസ് ഇവിടെ വരുന്നതെന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കാരണം നമുക്ക് തന്നെ ഇന്ത്യയിൽ ജീവിക്കാനുള്ള പാട് നമുക്കറിയാം. പ്രത്യേകിച്ച് നോർത്തിലൊക്കെ സമ്മർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിൻ്റർ വന്നു കഴിഞ്ഞാലുള്ള പാട് നമുക്കറിയാം. അപ്പോൾ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന 2 റീസണാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്, ജെന്യുവൻലി ഈ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പോൾ അവർക്ക് അതിനെന്ത് വേണമെന്ന് വെച്ചാൽ ഒരു തേർഡ് വേൾഡ് കൺട്രിയിൽ ജീവിച്ചൊരു എക്സ്പീരിയൻസ് അവർക്ക് കാണിക്കണേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കതൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് US ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് ചെയ്ത് കാണിക്കാൻ അവർക്ക് പറ്റുന്ന അവർക്കുള്ള ഏറ്റവും നല്ല വയബിളായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഫെലോഷിപ്പ് എന്നുള്ളത്. രണ്ടാമത് എൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന കുറേ ആൾക്കാർ എന്ന് വെച്ചാൽ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് വേണം. കാരണം ഈ ഒരു സർവീസ് ഏതെങ്കിലും ഒരു തേർഡ് വേൾഡ് കൺട്രി പോയി ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻസിന് അത് ഭയങ്കര ക്രെഡിറ്റാണ് അവരുടെ ഫർദർ ആപ്ലിക്കേഷൻസിനകത്തൊക്കെ, ഗ്രാഡ് സ്കൂൾ ആപ്ലിക്കേഷനിലൊക്കെ, ഐവി ലീഗിലൊക്കെ അവർക്കത് പ്ലസ് ആയിട്ടാണ്. ഇവർ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ കൺട്രീസിൽ അവർ റിമോട്ട് ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചാൽ നല്ല പ്ലസ്, ശരിക്കും അത് പ്ലസ് ആയിട്ട് കൊടുക്കുകയും വേണം. കാരണം നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നത് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു രാജ്യത്ത് അല്ലെങ്കിൽ പോവർട്ടിയുള്ള രാജ്യത്ത് പോയിട്ട് ഒരു വർഷം 1-2 ദിവസമല്ല ഒരു വർഷത്തോളം ജീവിക്കുക, അതും പിന്നെ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ജീവിച്ച് തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ അത് വലിയ ക്രെഡിറ്റാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് അവർ ഈ ഫെലോഷിപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ബാച്ചിൽ ഒരു ഫെലോ ഉണ്ടായിരുന്നു, ടോഡ് എത്രെഡ്ജ് എന്ന് പറഞ്ഞാൽ. ടോഡ് അമേരിക്കയിൽ ഭയങ്കര എലീറ്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻറ്റാണ്. അവൻ പക്ഷേ ആഫ്രിക്കൻ അമേരിക്കനാണ്. അപ്പോൾ അവൻ ഭയങ്കര, ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, ശരിക്കും ഡെവലപ്മെൻറ്റ് സെക്ടറിനെ എക്സ്പീരിയൻസ് ചെയ്യണോ എന്ന് വിചാരിച്ചിട്ട് വരുന്നൊരു ഫെലോ ആയിരുന്നു. അപ്പോൾ ടോഡിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ടോഡ് ഭയങ്കര കാണാൻ നല്ല രസമാണ്. ടോഡ് ഭയങ്കരമായിട്ട് ഭയങ്കര വൈബ് മനുഷ്യന്മാരുണ്ടാവില്ലേ, എപ്പോഴും ഒരു ഡാൻസ് മൂവ് ആയിരിക്കും, എപ്പോഴും ബ്രസീലിയൻ മ്യൂസിക്കൊക്കെ കേട്ട് നടക്കണം, എല്ലാവരോടും ഭയങ്കര പ്ലസൻ്റായിട്ട് സംസാരിക്കണം, എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ, റൈറ്റ്. അപ്പോൾ ഞങ്ങളിൽ ഏറ്റവും ജൂനിയറും ടോഡായിരുന്നു തോന്നുന്നു. അപ്പോൾ ടോഡ് അവൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാറുണ്ട്. അവൻ ഫസ്റ്റ് ഓറിയൻറ്റേഷൻ്റെ സമയമാണ്, എനിക്ക് ഏകദേശം ഒരു വീക്ക് എങ്ങാനായിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വിടും.
ഇപ്പം നിസാമുദ്ദീൻ ബസ്സിൽ കൊണ്ടുപോയി വിടും നമ്മളെ. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വരണം. നമുക്കത് പുതുമയായിരിക്കില്ല. അവർ നിസാമുദ്ദീൻ ബസ്സിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അമേരിക്കക്കാരുടെ കാര്യം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവൻ അതൊക്കെ അവന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇവൻ ഈ കുറേ പ്രാവശ്യം CPയിൽ കൊണോട്ട് പ്ലേസിലാണെന്ന് തോന്നുന്നു. ഇവൻ പറഞ്ഞൊരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, ഇവന് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കളിപ്പിക്കാനും ചിരിപ്പിക്കാനൊക്കെ ഒരു നല്ല സ്കിൽ സെറ്റുള്ള വരുത്തന്നെ. പിന്നെ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന വരുത്തന്നെ. അപ്പോൾ CPയിൽ ഒരു പ്രാവശ്യം അവൻ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, അവൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു അമ്മയും ഒരു കുട്ടി ഇങ്ങനെ വരുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ ഈ അമ്മയും കുട്ടിയും വരുമ്പോൾ ഇവൻ സ്വാഭാവികമായിട്ട് കൊച്ചിനെ നോക്കിയിട്ട് ഇങ്ങനെ, അവനൊരു അമേരിക്കൻ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ചെയ്തായിരിക്കും കുട്ടിനെ നോക്കി ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഏകദേശം അടുത്തെത്താനേ അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഇപ്പോൾ കുട്ടി ഈ സൈഡിലാണെങ്കിൽ നേരെ പിടിച്ച് ഇങ്ങോട്ട് അങ്ങ് നിർത്തി. എന്തോ ഒരു പേടിയുള്ള പോലെ, അയാളുടെ അടുത്തേക്ക് പോയല്ലേ എന്നുള്ള രീതിയിൽ. ഇവൻ്റെ ലൈഫിൽ ഇവൻ എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും ടഫായിട്ടുള്ളൊരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ് അവൻ ഇന്ത്യയിൽ വന്ന ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത്. അവനന്ന് ലിറ്ററലി ഭയങ്കരമായിട്ട് കരഞ്ഞു, എല്ലാവരുടെ അടുത്തും ഇത് വന്ന് ഷെയർ ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ പിന്നെ ചെയ്ത പ്രോജക്റ്റ് ഇന്ത്യയിലുള്ള ആഫ്രിക്കൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരുന്നു. ബ്ലാക്ക് ആയിരിക്കും അല്ലേ? ബ്ലാക്കാണ്. അപ്പോൾ അവൻ ആഫ്രിക്കൻ അമേരിക്കനാണ്. അപ്പോൾ അവൻ ഡൽഹിയിലുള്ള പിന്നെ ആഫ്രിക്കൻ സ്റ്റുഡൻസിനെ തെരഞ്ഞു പോയി, അവർ ജീവിക്കുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് പഠിച്ചു, അവർക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റാണ് പിന്നെ അവൻ ചെയ്തത്, റൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവർ ഓരോ എക്സ്പീരിയൻസിനെ അവർ പോസിറ്റീവ്ലി കൺവേർട്ട് ചെയ്തിട്ട് അതിലൂടെ ലേൺ ചെയ്ത് എങ്ങനെ തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നോക്കണം. അങ്ങനെയാണ് അവന് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയൊക്കെ അവന് പിന്നെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. കാരണം ടു ആൻ എക്സ്റ്റെൻറ്റ് എന്താ പറയുക, അവർ ഇത്രയും കൂടി ഒരു നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർ അറ്റ്ലീസ്റ്റ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഇവർ നമ്മൾ സ്പോർട്ടി ആയിട്ടെങ്കിലും കാണുന്നുണ്ടല്ലോ. ആൾക്കാർക്ക് പിന്നെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭയങ്കര റേഷ്യലായിട്ട് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ അടുത്ത് നന്നായിട്ട് അതുണ്ട്. ബ്രൗൺ ആണെന്നുള്ള പ്രിവിലേജ് വെച്ചുകൊണ്ട് ബ്ലാക്കിനെ ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ പറയുമല്ലോ. അപ്പോൾ ഞാനൊക്കെ ആദ്യം വിദേശയാത്ര പോകുമ്പോൾ എനിക്കൊക്കെ കിട്ടിയിരുന്നൊരു വലിയ ഉപദേശമാണ്, കറുപ്പന്മാരെ സൂക്ഷിക്കണം കേട്ടോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അവരാ നാട്ടിലെ സിറ്റിസൺസാണ്. അപ്പം നമ്മുടെ അകത്തുള്ള ഒരു മോശം ചിന്താഗതിയാണത്. നമ്മുടെ ഇടയിൽ ഇല്ല ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടുത്തെ റിലേറ്റീവ്ലി കുറവാണ്. കാരണം നമ്മൾ അവർ ഇച്ചിരിയും കൂടി ഒരു വേറെന്തൊക്കെ ഒരു പോസിറ്റീവിൽ കാണുന്നതുകൊണ്ട് അവരും ആ ഒരു പിന്നെ എൻജോയ്മെൻറ്റ് റിലേറ്റീവ്ലി അവർ സൗത്ത് ഇന്ത്യയിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്നും അവൻ്റെ എക്സ്പീരിയൻസ് അവൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കൽ ഒരു അമേരിക്കന് പഠിക്കാൻ വന്നിരുന്നു. ബ്ലാക്കാണ്, പക്ഷെ അവനൊരു അമേരിക്കക്കാരനാണെന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഡൽഹിയിൽ അവിടെ നിന്നും കിട്ടിയിട്ടില്ല. കാരണം അമേരിക്കക്കാരെന്ന് പറയുന്നത് ഡൽഹിയിലും ഇന്ത്യയിലും പൊതുവെ വൈറ്റ് ആയിട്ടുള്ള ഒരാളാണ്. വൈറ്റാണ് അവർക്ക് ഇൻഡിജിനസ്. ബ്ലാക്കിനെ കാണുന്ന നേരം എന്തോ കയറി കൂടിയ ആളാണ്, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് സിറ്റിസൺ ആയതാണോ എന്നുള്ളതൊക്കെ വരും. അപ്പം നമ്മൾ ഇതിലേക്ക് വരുന്നേരം ഈ അമേരിക്കക്കാരുമായിട്ട് ഉണ്ടായിട്ടുള്ള ഈ ഇൻട്രാക്ഷനിൽ ഇത് കരിയറിൽ അതല്ലെങ്കിൽ ലൈഫിൽ എങ്ങനെയാണ് ഉപകാരപ്പെട്ടത് ഈ AIF ഫെലോകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്? ഈ ഓരോ ഫെലോസും ഓരോ ഏരിയയിൽ നിന്ന് വരുന്നതായതുകൊണ്ട്, അഥവാ ഓരോരുത്തരുടെയും സബ്ജക്റ്റ് വൈസുള്ള എക്സ്പെർട്ടൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഹ്യൂജ് നെറ്റ്വർക്കിങ്ങിനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ഫെലോസൊക്കെ വർക്ക് ചെയ്യുന്ന ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് ശരിക്കും മനസ്സിലാവും, റൈറ്റ്. അപ്പോൾ ആ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് ആയിട്ടുള്ളത്. മാത്രമല്ല ഈ ഫെലോഷിപ്പ് ഇതിന് മുമ്പത്തെ അലുമിനി, ഇതിന് ശേഷം വരുന്നവരും ഒക്കെ ആയിട്ട് ഈ അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ എപ്പോഴും ആ ഒരു വൈബ് ഉണ്ടല്ലോ, ലൈക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഇവർ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ബോൾസറിലേക്ക് പല സമയത്തായിട്ട് AIF എന്ന് ഫെലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ബിക്കോസ് ഒരു ഫെലോ അവിടെ ഉണ്ട്, ഒരു സീനിയർ ഫെലോ അല്ലെങ്കിൽ ഒരു അലുമിനി ഫെലോ അവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് മാത്രം അവർ അയക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് അവർ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ വരുന്ന കുറേ ലേണിങ്ങും നമുക്ക് വേണ്ട അക്കാഡമിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട സഹായങ്ങൾ. ഇപ്പോൾ ഞാൻ PhDയുടെ പ്രപ്പോസലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഫെലോസ് ഉണ്ടായിരുന്നു. കാരണം അവരിതുപോലെ പല സ്കൂളുകളിലും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ മാത്രമല്ല അവർക്ക് നമുക്ക് ശരിക്കും ആ ഒരു വെസ്റ്റിലുള്ള അക്കാഡമിക് അതിൻ്റെ ഒരു നിറ്റിഗ്രിറ്റി നമുക്ക് ഷെയർ ചെയ്ത് തരാനും അവരെ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ പല ഫെലോസും ഇന്ത്യയിൽ ഓൺ ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. കാരണം അവർക്ക് കിട്ടുന്ന ചില സ്പെസിഫിക് ഫണ്ടുകളുണ്ട്. അപ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫെലോ ആണെങ്കിൽ പ്രൊഫഷണൽ ആണെങ്കിൽ അതൊക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് നമുക്ക് ഫർദർ പ്രോജക്റ്റുകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു പ്ലസ്സും അതിനകത്തുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ കണ്ടൊരു പ്ലസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ആ ഒരു സമയത്തുണ്ടായിരുന്നൊരു ടീം
ഇത് ലീഡ് ചെയ്യുന്നൊരു ടീമുണ്ട്, CFP നമ്മൾ വിളിക്കുക, ക്ലിൻ്റൺ ഫെലോഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഒരു ടീം. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഒരു ഹെഡായിട്ടുണ്ടായിരുന്ന ഒരു കത്രീന ഡിക്കസ് അല്ലെങ്കിൽ കത്രീന സാനിയൽ എന്ന് പറയുന്ന അവർ, അതുപോലെ അന്നത്തെ ഒരു ടീം. ഇപ്പോൾ അവർ നമുക്ക് തരുന്ന കുറേ ട്രെയിനിങ്ങുകളുണ്ട് ഇൻ ടേംസ് ഓഫ്, എനിക്ക് സത്യം പറഞ്ഞാൽ മെയിൽ എഴുതാൻ അതുവരെ അറിയില്ലായിരുന്നു. മെയിൽ നന്നായിട്ട് കമ്പോസ് ചെയ്യാൻ അറിയില്ല. ലൈക്ക് ഇപ്പം നമുക്ക് ഒരുപാട് ഒക്കെ ഉണ്ട്, അപ്പം എഴുതാൻ അറിയാം, പക്ഷേ ഓരോ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ എഴുതണം അതിൻ്റെ ഒരു പ്രൊഫഷണൽ രീതി അവരാണ് പഠിപ്പിച്ചു തന്നെ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എഴുത്തും പ്രസംഗവും മാത്രമല്ല, ദർ ആർ ഡിഫറെൻറ്റ് അതർ വേസ് എന്നുള്ള സാധനം അവരാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റൈറ്റ്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവരൊരു കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ടാണ്, ഷീ ഈസ് എ വെരി ഗുഡ് സ്റ്റോറി ടെല്ലർ. റൈറ്റ്, അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ സ്റ്റോറിയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അവർ ഭയങ്കര എന്താ പറയുക, ഈ ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി പാർട്ടിലൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി. അപ്പോൾ നമുക്ക് ആർട്ടിലൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും, റൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ആക്ടിങ്ങിലൂടെ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എഴുത്തും വായന എന്നതിനേക്കാണ് അപ്പുറത്തേക്ക്. അപ്പോൾ കാരണം ഒരു ഫെലോഷിപ്പ് ടീമിനകത്ത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും, എല്ലാവർക്കും ലേണിംഗ് ഉണ്ടാവും, എല്ലാവർക്കും ഒരുപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ 25 ഫെലോ ഉണ്ടെങ്കിൽ 25 ഫെലോക്കും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ലേണിങ്ങിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് അന്ന് AF ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയ പ്ലസ് ഞാനന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് അതർ വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, അതിനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനും പറ്റുന്നതാണ്. അപ്പോൾ അതൊരു വലിയ ലേണിംഗ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കൊരു ഹോസ്റ്റ് ഓർഗനൈസേഷനിൽ ഒരു മെൻറ്റർ ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്കൊരു സീനിയർ ഫെലോ എന്ന് പറഞ്ഞ വേറൊരു മെൻറ്ററുണ്ട്. റൈറ്റ്, അപ്പോൾ ഈ സീനിയർ ഫെലോ ഒരിക്കലും നമ്മുടെ ആ ഫീൽഡിൽ ഉണ്ടാവില്ല, അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷനിലും ഉണ്ടാവില്ല, രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും, ഇയാൾ റിമോട്ടായിരിക്കും, പക്ഷെ നമുക്ക് പോകാൻ മീറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഡിഫറെൻറ്റ് മെൻറ്റർഷിപ്പ് അറ്റ് ദ സെയിം ടൈം കിട്ടുകയാണ്. റൈറ്റ്, അപ്പോൾ ഇതിനൊക്കെ ഒരാൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ലേണിംഗ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടേക്ക് അവേ ഫെലോഷിപ്പ് എന്ന് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്കിംഗ് ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആയത് ഈ ഫെലോഷിപ്പ് എന്നാണ്. സംഭവം ഇതൊരു വർക്ക് ഫെലോഷിപ്പാണ്, ഞാൻ പോകുന്നതിൻ്റെ എത്നോഗ്രഫി ഷാർപ്പൺ ചെയ്യാനാണ്, പക്ഷേ അതിനൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നത് എൻ്റെ റൈറ്റിംഗ്. അപ്പോൾ റൈറ്റിംഗ് എങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫെലോഷിപ്പ് ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെൻ്റ് ആണ് അന്ന് 8 ബ്ലോഗ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എഴുതിയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം. അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ പേജിലാണിത് പബ്ലിഷ് ചെയ്യുക, എന്നാൽ പോലും അതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ബ്ലോഗ് എഴുതി സബ്മിറ്റ് ചെയ്ത് ഒരു കത്യ എന്ന് പറയുന്ന ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, അവരാണ് ഇതിനെ എഡിറ്റ് ചെയ്യുന്നത്, അവർ എഡിറ്റ് ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് വരും, ദെൻ വി റൈറ്റ്, അങ്ങനെ അത് പബ്ലിഷ് ചെയ്ത് വരാം. അപ്പോൾ ഏതെങ്കിലും ബ്ലോഗ് നല്ല രീതിയിൽ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനെ പോപ്പുലർ പബ്ലിക്കേഷനിലോട്ട് കൊണ്ടുവരുന്ന പബ്ലിഷ് ചെയ്ത് തരുകയും ചെയ്യും, അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ ബയോണിൽ വന്നിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ. അപ്പോൾ ആ ഒരു നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമ്മളടുത്ത് പറയാൻ 8 ബ്ലോഗ് 10 മാസത്തിനകത്ത് എഴുതി കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്താൽ മാത്രമേ ഫെലോഷിപ്പ് നിങ്ങൾക്ക് കിട്ടൂ എന്ന് പറയുമ്പോൾ നമ്മുടെ എഴുത്തും ഇമ്പ്രൂവ് ആവാണ്. റൈറ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ആസ്പെക്റ്റും ഇതിനകത്ത് കവർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള പല സ്കിൽ സെറ്റും നമുക്ക് കിട്ടുന്ന ഒരു ഫെലോഷിപ്പും കൂടിയാണ് ഈ ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ വലിയൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മാറുകയാണല്ലോ, അതും ഒരു വലിയൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് മാറുക. നിങ്ങൾ പിന്നെ AF ഫെല്ലോ ആണ്, ഇതിനെ പിന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷനെ? ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഒരു തവണ ഞാൻ ഓർക്കുന്നത്, പിന്നെ അവരൊരു ഫംഗ്ഷനിലേക്ക് ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെടുക വരെ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇതിലല്ലേ? അതെ അതെ, കോണ്ടെക്സ്റ്റ് എനിക്ക് കഴിഞ്ഞ ഫെലോഷിപ്പ് ഓറിയൻറ്റേഷൻ നടക്കുന്ന സമയത്ത്, എൻഡ് പോയിന്റ് നടക്കുന്ന സമയത്ത് അവരെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അലുമിനി ആയിട്ടുള്ള ഫെലോസിനെ കൊണ്ടുവരും സംസാരിക്കാൻ വേണ്ടിയിട്ടും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ രീതിയിൽ അവർ നമ്മളെ എന്ത് ചെയ്യും, അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ അവിടെ പോയിട്ട് ഇൻവൈറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ട്രീറ്റ് ചെയ്യുന്ന നമുക്ക് തരുന്നൊരു ഡിഗ്നിറ്റി ഒക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗാണ്. ഈ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ പലപ്പോഴും പറയുന്നൊരു സാധനമാണ്, തീരെ ഡിഗ്നിറ്റി ഇല്ലാത്തൊരു ജോബാണെന്നുള്ളത്. പക്ഷെ ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടാണ് അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ഫെലോഷിപ്പിൽ തന്നെ നമ്മളുടെ എയർ ട്രാവൽ അവർ കവർ ചെയ്യും, നോട്ട് ഈവൻ ട്രെയിൻ, എയർ ട്രാവൽ തന്നെ അവർ കവർ ചെയ്യും. പിന്നെ എയർ ട്രാവൽ എന്ന് പറയുമ്പോൾ ഡൽഹി ടു കാലിക്കറ്റ് ടു ഡൽഹി മാത്രമൊന്നുമല്ല, നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻഡ് പോയിന്റ്, മിഡ് പോയിന്റ്, അതുപോലെ ഓറിയൻറ്റേഷൻ അതിലൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് കുറേ തിമാറ്റിക് കോൺഫറൻസ് ഉണ്ട്. തിമാറ്റിക് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഏരിയയായിട്ട് ബന്ധപ്പെട്ടൊരു കോൺഫറൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഫണ്ട് ചെയ്ത് നമ്മളവിടെ അതിനെ പോകാൻ പറയും. റൈറ്റ്, അതുണ്ട്. ദെൻ ഇപ്പോൾ ഒരു സിമ്പിൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫുഡ് കൂപ്പണൊക്കെ നോക്കിയാൽ മതി. ഫുഡ് കൂപ്പൺ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു
ഒരു ലക്ഷറി പാട്ട് തിരിയും. ഇപ്പോൾ ഒരു പ്രാവശ്യം ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മീലിന് 1000 രൂപ തരാം. ഒരു മീലിന് 1000 രൂപയുടെ കൂപ്പൺ. അപ്പോൾ നമുക്ക് റീഇംബേഴ്സ് ചെയ്യാം. ഫുഡ് കഴിച്ചിട്ട് ബില്ല് കാണിച്ചു കൊടുത്താൽ 1000 രൂപ വരെ റീഇംബേഴ്സ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലഞ്ച് കഴിക്കുമ്പോൾ ഇപ്പോൾ ഞാനും ഇന്ത്യൻ ഫെലോസ് ഒരു പ്രശാന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും, നമ്മളിപ്പോൾ ഒരു 4 ഹൈദരാബാദ് ബിരിയാണി കഴിച്ചാൽ 1000 രൂപ ആവില്ല. ഞാനും 1-2 തവണ ഒന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ കഴിച്ചതിൻ്റെ ബില്ലിൽ കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല പിന്നെ ഈ ഇൻ്റർനാഷണൽ SOS സർവീസൊക്കെ നമുക്ക് ഫ്രീ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ജാർഖണ്ഡ് റാഞ്ചിയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരും, 500 മീറ്റർ അപ്പുറത്ത് പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന് ബി കെയർഫുൾ. നമ്മളത് എത്രയോ പ്രൊട്ടസ്റ്റ് കണ്ടതായിരിക്കും. അതുപോലെ കാരണം അത് അമേരിക്കൻ സ്റ്റുഡൻസിനുള്ളൊരു സെക്യൂരിറ്റി ഭാഗമായിട്ട് അവർ കൊടുക്കും, നമുക്കൂടെ അത് കിട്ടും എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആയിരുന്നു. അപ്പോൾ അവർ തരുന്ന ഈ കവറേജ് എന്തിനാണ് അവർ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ആൾക്കാർ പ്രൊഫഷണൽസ് എന്താണ് ഈ മേഖലയിലേക്ക് വരണം, ഈ മേഖലനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലൈക്ക് എനി അതർ ഏരിയ ഇതൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു ഫീൽഡും കൂടെ ആണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലൂടെ എന്തോന്ന് ബോൾസ്റ്റർ സമ്മർ ക്യാമ്പ് വരെ AIF കൊളാബറേഷനിൽ അതെ, നമ്മൾ ബോൾസ്റ്റർ ഫൗണ്ടേഷൻ ഈ ഒരു AIFൻ്റെ ടാഗ് വെച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് കൊളാബ് ചെയ്തു. ആദ്യം നമ്മൾ നോളജ് ഷെയറിങ് ആയിരുന്നു. പിന്നെ അവർ നമ്മുടെ അടുത്ത് റിസോഴ്സ് ഷെയർ ചെയ്യാൻ അവർ താല്പര്യപ്പെട്ടിട്ടുണ്ട്. കാരണം എഗെയിൻ പറഞ്ഞ പോലെ അവർക്കും അവരൊരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യുകയാണല്ലോ. ഇന്ത്യയിൽ പല ഭാഗത്തേക്കും ആക്സസ് വരുന്നു. അതിലൂടെ അവർക്ക് അത്രയും വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർ സഹകരിക്കാനും റെഡി ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ആ റിലേഷൻഷിപ്പ് അർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ AIF ആയിട്ടുള്ള റിലേഷൻ കഴിഞ്ഞതിന് ശേഷം മുജീബിൻ്റെ ലൈഫിൽ കാണുന്നത് പിന്നെ ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്ര 13 രാജ്യങ്ങളോ 14 രാജ്യങ്ങളോ എങ്ങാണ്ട് അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് എന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ PhDയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, 30-ലധികം കുട്ടികൾക്ക് ഇൻ്റർനാഷണൽ അഡ്മിഷൻ കിട്ടുന്നതിൽ മെൻറ്റർഷിപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് മുജീബ്. ഇൻ്റർനാഷണൽ അഡ്മിഷൻ നോക്കുന്ന ആളുകൾ നേരത്തെ ആപ്ലിക്കേഷൻ്റെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ അവരൊരു 10th മുതലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും അവരോട്? ഇപ്പോൾ എഗെയിൻ പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ചെയ്യുന്ന പ്രോഗ്രാം എൻഡാവും അങ്ങനെ കാത്തുക്കും. അപ്പോൾ അത് ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി കഴിയട്ടെ, +1 +2 ആണെങ്കിൽ അത് കഴിയട്ടെ, ആ രീതിയിൽ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇത് കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിലാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോഴേ ചിന്തിക്കണം UG എവിടെയായിരിക്കണം, എന്തായിരിക്കണം. UG സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ചിന്തിക്കണം PGനെ കുറിച്ച്, PG ആണെങ്കിൽ PhDനെ കുറിച്ച് എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ലെങ്തി ആണ് എന്നുള്ളതുകൊണ്ടാണ്. അതെ, ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഭയങ്കര ലെങ്തി ആണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെ നേരത്തെ തന്നെ ട്രെയിൻ ചെയ്യാണ്. നമ്മൾ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കും ഇന്ന ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അവർ ഓറിയൻറ്റേഷൻ കൊടുത്ത് അവർക്ക് അതിനകത്തൊരു ടേസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ദെൻ നമ്മൾ അവരിതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലോട്ട് നമ്മൾ അവരെ കൊണ്ടുവരാൻ. അതും ഭയങ്കര ചലഞ്ചിങ് ആണ്. കാരണം ഇവരുടെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സിലബസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലാണ് കുട്ടികൾ ഇതെല്ലാം ഫിനിഷ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാലേ കുട്ടികൾക്ക് ഇത് ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു SOP ഒരു കുട്ടി എഴുതുകയാണെങ്കിൽ ഒരു 10 ഡ്രാഫ്റ്റെങ്കിലും അവർ എഴുതണം, എന്നാലേ അത് ശരിക്കും അതൊരു SOP ആവുള്ളൂ എന്നല്ല. പലരും വിചാരിക്കും ChatGPTയിൽ ഇട്ടാൽ ഒരു ആൻസർ ആവില്ല എന്ന്. ഒരിക്കലും ആവില്ല എന്നുള്ളതാണ്. അതൊരിക്കലും ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ആവില്ല. 4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ഇല്ലാത്ത ആളായി പോകുന്നുള്ളതാണ്. അപ്പോൾ ജെന്യുവൻലി എൻ്റെ അകത്തുനിന്നാണ് ആ ഒരു താല്പര്യം വന്നതെന്നുള്ളത് നമ്മൾ അവരെ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റിൽ കാണിക്കണം. അത് ഒരു കുട്ടിക്ക് വന്നാലേ അഡ്മിഷൻ കിട്ടുകയും ചെയ്യുള്ളൂ. ഒരു കുട്ടിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ കിട്ടൂല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എല്ലാ കുട്ടിയുടെ അകത്തും എന്തുണ്ടാവും, ഒരു സ്പാർക്ക് ഉണ്ടാവും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കുട്ടികൾ പറയും എനിക്ക് മെഡിക്കൽ ചെയ്യണം. അപ്പോൾ അവർ മെഡിക്കൽ ചെയ്യണമെന്ന് പറയാനകത്ത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈൻ അവിടെ ഉണ്ടാവും സംവെയർ. അത് നമ്മൾ പിടിക്കുക എന്നുള്ളതാണ്. അത് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും ചിലപ്പോൾ സ്വന്തം ചിന്തിച്ചാൽ കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ നമ്മൾ അവരെ കൂടെ ഇരുന്ന് സംസാരിച്ചാണ് ആ ത്രെഡിലേക്ക് എത്തുക. അപ്പോൾ ആ ത്രെഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം കുട്ടിക്ക്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസാണ് ഒരു കുട്ടി ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ താല്പര്യം വരാൻ പല റീസൺസ് ഉണ്ടാവും ആ കുട്ടിയുടെ ലൈഫിൽ, റൈറ്റ്? അതെന്താ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ടഫ് പ്രോസസ്സ്.
പിന്നെ അത് ഒരു 4-5 അല്ലെങ്കിൽ ഒരു 10 ഡ്രാഫ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 5-6 ഡ്രാഫ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ആ സ്റ്റോറി ലൈൻ കിട്ടും. പിന്നെ ആ സ്റ്റോറി ലൈൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ദെൻ SOP കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൽ മെയിൻ ടാസ്ക് ആയിട്ട് വരുന്നത്. ദെൻ പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ഉണ്ടാവും. ചിലയിടത്തിൽ SAT ആയിരിക്കും, ചിലയിടത്തിൽ അത് IELTS മതിയാവും. അപ്പോൾ ഇതേതാണ്, അതൊക്കെ ടെക്നിക്കൽ പാർട്ട്, അത് ആർക്കും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് വലിയ മെൻറ്റർഷിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എനിബഡി ക്യാൻ ആക്സസ് ദോസ് നോളജ്. നമ്മൾ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് ഉണ്ട്. ഒരു കുട്ടീനെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനകത്തുള്ള ആ ഒരു പ്രോസസ്സ്, അതൊരിക്കലും നമുക്ക് 1-2 സിറ്റിങ്ങിലോട്ട് കൊടുക്കാനും കഴിയില്ല. അത് നമ്മൾ ആ കുട്ടീനെ എൻഗേജ് ചെയ്ത് കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയണം, കുട്ടിയുടെ പാരൻസിൻ്റെ ടേസ്റ്റ് നമുക്കറിയണം, കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് അറിയണം, കുട്ടിയുടെ ഒരു എവറിഡേ ലൈഫ് എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ പിന്നെ ബോൾസറിലൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് അവർ അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു അവരെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് വരുമ്പോൾ നമുക്ക് അവരെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യമാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും അഡീഷണലി എന്ത് കാര്യമാണ് പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്ത് ഒരു കുട്ടിക്ക് കിട്ടുക? അതാണ് നമ്മൾ ആദ്യം ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ SOPയിൽ. കാരണം ഇപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം, അവരാദ്യം ചോദിക്കും IIT ഡൽഹിയില്ലേ, IIT മദ്രാസില്ലേ, എത്ര നല്ല ടോപ്പ് ടിയർ യൂണിവേഴ്സിറ്റിയിൽ വരുന്നതാണല്ലോ അതൊക്കെ, അവിടെ പൊക്കൂടെ, എന്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് US വരണമെന്ന് വെച്ചാൽ വി ഷുഡ് ഹാവ് ആൻ ആൻസർ എന്നുള്ളതാണ്, റൈറ്റ്? അപ്പോൾ ആ ആൻസർ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റീനെ കുറിച്ച് നന്നായിട്ട് അറിയണം, റൈറ്റ്? അവിടുത്തെ പ്രോഗ്രാമുകളെ കുറിച്ച്, പ്രൊഫസേഴ്സിനെ കുറിച്ച്, അവിടെ വരുന്ന റിസർച്ചിനെ കുറിച്ച്, അതൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു ഫോറിൻ യൂണിവേഴ്സിറ്റി എക്സ്പോഷറിൽ നമുക്ക് അക്കാഡമിക്കലി ഇൻഫ്രാസ്ട്രക്ചർ വൈസൊക്കെ അവർ മച്ച് മുമ്പിൽ തന്നെയാണ്. അതിനേക്കാളൊക്കെ പ്ലസ് ആയിട്ട് വരുന്നത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാനീ പറഞ്ഞിരിക്കുന്ന ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നുള്ള പാട്ടാണ്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആവുന്നതൊക്കെ എന്തിനാണ്, നമ്മൾ ഭയങ്കര സിവിക് സിറ്റിസൺസ് ആയിട്ട് മാറുക എന്നുള്ളതാണ്, ബാക്കിയുള്ളവനെ കുറിച്ച് അറിയണമെന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെയൊക്കെ ഉദ്ദേശമുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എപ്പോഴും നടക്കുന്നത് നമ്മളൊരു ഇൻ്റർനാഷണൽ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഗാന്ധിനഗർ IITയിൽ പഠിക്കുമ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള IITs ഒന്നും അത്ര ചെയ്യുന്നില്ല. അവർ സ്റ്റുഡൻസിന് ഫണ്ട് കൊടുത്തിട്ട് അവർ ഈ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ PG ചെയ്ത് അല്ലെങ്കിൽ UG ചെയ്ത് ഒട്ടുമിക്ക പിള്ളേരും എന്തെങ്കിലും ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവർ പുറത്തു പോയിട്ടുണ്ടാകും. അപ്പോൾ ലക്കിലി എനിക്കും 2014 ഇതുപോലെ 2016 ഒരു അവസരം കിട്ടി. ഇങ്ങനെ പിന്നെ ആ സമയത്ത് എനിക്ക് കിട്ടിയിരുന്നത് ലിസ്ബണിലായിരുന്നു, റൈറ്റ്? പോർച്ചുഗലിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ IIT ഗാന്ധിനഗറിന് MOU ഉണ്ട്. അവിടുന്ന് സ്റ്റുഡൻസ് ഇങ്ങോട്ടും വരും, ഇവിടുന്ന് സ്റ്റുഡൻസ് അങ്ങോട്ടും പോകും. അപ്പോൾ അന്നത്തെ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്ന് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യാനൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ പ്രോജക്റ്റ് നേരത്തെ പറഞ്ഞൊരു മൈഗ്രേഷനൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു സാധനമായിരുന്നു. കാരണം പോർച്ചുഗലിലേക്കാണ്, പിന്നെ പോർച്ചുഗൽ, അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പോർച്ചുഗലിലേക്കാണ് പിന്നെ മൈഗ്രൻസ്, പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നൊക്കെ കൂടുതൽ മൈഗ്രൻസ് പോകുന്നത് പോർച്ചുഗൽ. കാരണം അതൊരു സദേൺ യൂറോപ്യൻ കൺട്രിയാണ്. അപ്പോൾ ആൾക്കാർ അതിൻ്റെ ട്രാൻസിറ്റ് ആയിട്ട് എടുക്കുന്നത്. കാരണം അവർക്ക് ലേബർ ആവശ്യമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് റെസിഡൻഷിപ്പ് കൊടുക്കും 3 വർഷം നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ആൾക്കാരവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് 3 വർഷത്തെ റെസിഡൻഷിപ്പ് കിട്ടിയാൽ അവർ നേരെ എന്ത് ചെയ്യും, കോർ യൂറോപ്യൻ പെരിഫറി എന്ന് പറയാൻ പാടില്ല. ഞാനൊരു പ്രാവശ്യം എൻ്റെ പ്രസൻറ്റേഷനിൽ ഒരു പോർച്ചുഗീസ് പ്രൊഫസർ വന്ന് പോർച്ചുഗൽ പെരിഫറിയാണ് മറ്റത് കോറാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒഫൻഡഡ്. കാരണം ഓല് നമ്മളെപ്പോഴും പെരിഫറി ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ പക്ഷെ നമ്മളിങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അതാണ് എൻ്റെ റിയാലിറ്റി. അപ്പോൾ ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ പോകണം. പക്ഷേ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ലേണിംഗ് ഇത് ചിലപ്പം PhD സമയത്ത് കിട്ടിക്കോളണമെന്നില്ല. കാരണം PhD ഇത്രയും കൂടെ ഒരു ജോബ് പോലെ തന്നെ ഭയങ്കര ഐസൊലേറ്റഡ് ലൈഫാണ്. പക്ഷെ ഒരു PG സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുമ്പോൾ, അപ്പോൾ ഞങ്ങളൊക്കെ അവർ പിന്നെ താമസിപ്പിച്ചിരുന്ന ഒരു ഇൻ്റർനാഷണൽ ഹോസ്റ്റലാണ്. അപ്പോൾ അതിനകത്ത് ഒട്ടുമിക്ക ലാറ്റിൻ അമേരിക്കൻ സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. കാരണം ഒന്നാമത് അവർക്ക് ഈ പോർച്ചുഗീസ് സ്പാനിഷ് കണക്ഷൻ ഉള്ളതുകൊണ്ട് അവരൊക്കെ സദേൺ യൂറോപ്യൻ കൺട്രീസാണ് ചൂസ് ചെയ്യുക. ദെൻ പിന്നെ അതല്ലാണ്ട് പിന്നെ സ്പെയിൻ എന്നുണ്ട്, ഇറ്റലി എന്നൊക്കെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോമൺ കിച്ചണാണ് അവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കിച്ചണിലാണോ ശരിക്കും ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുക. അപ്പോൾ എല്ലാ നേരവും ഒന്നിച്ച് പല ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മൾ ഷെയർ ചെയ്യുന്നു. ചിലപ്പോൾ ഒരു മെക്സിക്കോ വീക്ക് ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഇന്ത്യൻ വീക്ക് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ആ ഫുഡുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ
അതിലൂടെ ഉണ്ടാക്കുന്നൊരു വലിയ കണക്ഷൻസ് ഉണ്ടല്ലോ, പലരെയും കുറിച്ച് പല പ്രോജക്റ്റിനെയും കുറിച്ച് അറിയാമെന്നുള്ളത്. അത് മേ ബി നമുക്ക് ഭയങ്കര മിസ്സിങ് ആയി ഇന്ത്യയിൽ. കാരണം നമുക്ക് അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയാനില്ല. ആകെ ഉണ്ടായിരുന്ന സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ സൗത്ത് ഏഷ്യൻ എന്നുള്ള കുറച്ച് പിള്ളേർ അത് ഏകദേശം തീർന്ന്. അപ്പോൾ നമുക്കിപ്പോൾ ഡൽഹി പോയാൽ നമുക്ക് ഇന്ത്യയിലുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കും കുറേയൊക്കെ. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് പല രാജ്യങ്ങളിലുള്ള പല വിദ്യാർത്ഥികളായിട്ട് എൻഗേജ് ചെയ്യാൻ, അവരെ പ്രോജക്റ്റുകളെ കുറിച്ച് അറിയാനും, പിന്നെ ഫ്യൂച്ചറിൽ ഇവരൊക്കെ ആയിരിക്കും ലീഡേഴ്സായിട്ട് മാറുന്നുണ്ടാവാം. അപ്പോൾ ആ നെറ്റ്വർക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് അത് നമ്മുടെ ഒരു ഇൻറ്റൻഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ SOPയിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അതൊക്കെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. കാരണം നിങ്ങളൊരു നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് അങ്ങോട്ട് കൊണ്ടുപോവുക, അവർക്ക് എന്താ കൊടുക്കുക, റൈറ്റ്? അതുപോലെ നിങ്ങൾ എന്താണ് തിരിച്ച് കൊണ്ടുവരാൻ പോകുന്നത്, നിങ്ങളുടെ നാട്ടുകാർക്ക് എന്താ കൊടുക്കാൻ പോകുന്നത്, ഇതിനൊക്കെ നമുക്ക് ആൻസർ വേണം. അല്ലാണ്ട് എന്തിന് നമ്മളെ ഒരു രാജ്യം കുറേ കാശ് എന്നിട്ട് നമ്മളെ പഠിപ്പിക്കണം? അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് വേണമെന്നില്ല. ആ പർപ്പസിൽ നല്ല ക്ലാരിറ്റി വരണം. ആ ക്ലാരിറ്റി വരുന്നത് കുറേ നമ്മുടെ വായനയിലൂടെയും മെൻറ്റർഷിപ്പിലൂടെയും ഒക്കെയാണ് വരുന്നത്. വെറും ബുക്കിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ 100% വന്നുകൊണ്ട് മാത്രം ആ ക്ലാരിറ്റി വന്നോളണമെന്നില്ല. മേ ബി നമ്മൾ ടെക്നിക്കലി ഭയങ്കര അടിപൊളിയായിരിക്കും ആ വിഷയത്തിൽ, പക്ഷേ ആ ഒരു വൈഡർ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ പേഴ്സ്പെക്റ്റീവ് ക്ലിയർ അല്ലെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ഒരിക്കലും ലീഡർഷിപ്പിലേക്കൊന്നും എത്താൻ പറ്റില്ല. നമ്മൾ സ്റ്റാഫായിട്ട് മാത്രം ചെയ്യും. ഇതൊരു നമ്മൾ ഈ ജനറേഷനോടും പാരന്റിനോടും പറയേണ്ട വലിയൊരു പോയിന്റാണ്. ഇപ്പൊ കുറെ ആൾക്കാർ ഏതൊക്കെയോ ഡിഗ്രി ചെയ്ത് PG ചെയ്ത് ജോലി കിട്ടിയില്ല, നമ്മൾ വിചാരിച്ചേ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ പറയുന്നതൊന്നും പഠിച്ചിട്ട് കാര്യമല്ല, എന്തിനാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടണം. അപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റിൻ്റെ വലിയൊരു മെസ്സേജായിട്ട് മുജീബിനോട് തന്നെ ചോദിക്കുകയാണ്, ഇനി ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പോകുന്നവരോട് എന്താ നമ്മൾ പറയേണ്ടത്? എന്ത് കോഴ്സ്, എങ്ങനെ, എന്തുകൊണ്ട് എടുക്കണം, ഇതിനെക്കുറിച്ച് എന്താ പറയാ? ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ബോൾസറിൽ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അകത്ത് സ്റ്റുഡൻറ്റിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഇൻ്റർനാഷണൽ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമ്മളെത്തിയൊരു കൺക്ലൂഡിങ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് നല്ലൊരു SOP ഉണ്ടെങ്കിൽ, നമ്മൾക്ക് എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്നതിനെക്കുറിച്ച് നല്ലൊരു SOP ഉണ്ടെങ്കിൽ നമുക്കിനി അഥവാ യൂണിവേഴ്സിറ്റി കിട്ടിയില്ല എന്ന് തന്നെ വിചാരിക്കുക, എന്നാൽ പോലും നമ്മളെവിടെയെങ്കിലേക്ക് എത്തും. കാരണം നമുക്ക് ക്ലാരിറ്റി ഉണ്ട് എനിക്കെന്താ പഠിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ആ ക്ലാരിറ്റി ഇല്ലാണ്ട് നമ്മളൊരു UGക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻസ് ആയിരിക്കും. ഇതിപ്പോൾ എനിക്ക് വേണ്ടിയതാണോ, എനിക്ക് പറ്റുമോ പറ്റൂലേ? അപ്പോൾ ആ കൺഫ്യൂഷൻ എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ നമ്മളുടെ ഏരിയ ആയിരിക്കില്ല ചിലപ്പോൾ അത്. അപ്പോൾ എത്ര നേരത്തെ നമുക്ക് ആ ഒരു പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ആ പർപ്പസിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈവൻ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയില്ലേ പോലും നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ഏത് മേഖലയാണെങ്കിലും അങ്ങനെ തന്നെ, എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഐവി ലീഗിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, അവിടെയൊക്കെ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത്രയും ക്ലാരിറ്റി ഉള്ളവർക്ക് അത് കിട്ടുള്ളൂ. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനവിടെ പോകണമെന്നില്ല. അവനിപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാലും അവൻ എത്തേണ്ട ഇടത്തിലേക്ക് എത്തും. കാരണം അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ദർ ഈസ് എ പൾസ് ഇൻ ഇറ്റ് എന്നുള്ള ആ ഒരു സാധനം. ആ സാധനം നമ്മളതിൽ തന്നെ പൾസ് കണ്ടെത്തി കഴിഞ്ഞാൽ വി ആർ സേഫ് വേറെവർ യു ആർ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ മെസ്സേജായിട്ട്, കൺക്ലൂഡിങ് മെസ്സേജായിട്ട് പറയാം. നിങ്ങൾ എന്ത് കോഴ്സും ചെയ്തോളി, എന്ത് ജോലിയും ചെയ്തോളി, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നാട്ടിലെ കോളേജ് പഠിച്ചാലും ഓക്കെ ആണ്. ഇനി ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ നിങ്ങൾ US പോയി പോയിട്ടും കാര്യമില്ല. നിങ്ങൾ അവിടെ പോയാലും ഇപ്പോൾ UK പോകുന്ന കുറേ ആളുണ്ട്, അവിടെ പോയിട്ട് ഇന്ത്യക്കാരെ കൂടെ പഠിക്കും, ഹിന്ദി പഠിച്ച് തിരിച്ചു വരുമെന്ന് പറയുന്ന കുറേ ആൾക്കാർ. കാരണം അപ്പോൾ എഗെയിൻ ലക്ഷ്യമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ലക്ഷ്യം ചിലപ്പോൾ എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, UK പോകണം, അവിടെ ഒരു ജോലി വേണം. അപ്പോൾ ആ പർപ്പസിന് ഇവർക്ക് അതുണ്ടാവും, കോഴ്സ് ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പോൾ പർപ്പസ് തന്നെയാണ് ഏറ്റവും മെയിനായിട്ടൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന സാധനം. അപ്പോൾ പലപ്പോഴും ചിലപ്പം ഇപ്പം നിങ്ങളൊരു ഏജൻസി പോയിട്ട് ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അക്കാഡമിക്സിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, എനിക്കറിയില്ല എത്രത്തോളം അവർ നിങ്ങളുടെ പർപ്പസിനെ കുറിച്ച് കൺസേൺഡ് ആണ് എന്നുള്ളത്. അവർ നോക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി നോക്കും, നിങ്ങൾക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് എന്ന് അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും, അതായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. നേരാവണ്ണം ഒരു CV പോലും ചിലപ്പം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. പലരുടെയും ഒരു ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ CV എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ, അതിൻ്റെ മോഡൽ കിട്ടും, ജസ്റ്റ് അതിലേക്ക് കിട്ടാൽ മതി. ആൾക്കാർ എൻ്റെ മേലെ ഇരുന്ന് കണ്ടിട്ടില്ലേ, ലൈക്ക് എന്തൂസിയാസ്റ്റിക് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ് എന്നുള്ള ആ കുറേ ടാഗ് ലൈൻ അങ്ങനെ കൊടുത്തിട്ട് ഒരു പ്രൊഫൈലും കൊടുത്തിട്ട് അവരെന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകും. ശരിക്ക്
സി വി എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് സി വി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജെനുവിൻലി എന്താണ് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെയൊക്കെ എൻഡിൽ റെഫറൻസ് എന്നുള്ളൊരു പാർട്ടുണ്ട്, റൈറ്റ്? ഇപ്പം ഞാൻ ഷാവുലിന് റെഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ഫാക്കൽറ്റി എനിക്ക് അയാൾക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞ ഒരാൾ പേര് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ അപ്ലിക്കേഷനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനം. കാരണം പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള വെരിഫിക്കേഷൻ അവരെയാണ് വിളിക്കുക, റൈറ്റ്? അവരെന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ. ഇപ്പോൾ ലിങ്ക്ഡിനിൽ അതിൻ്റെ ഒരു പുതിയ, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അതിനെ ടെക്നോളജിയുടെ പാർട്ടാക്കിയതാണ് എൻഡോസ് ചെയ്യാന്നുള്ളത്. ലിങ്ക്ഡിനിൽ ആൾക്കാർ ഇങ്ങനെ എഴുതും വെരി ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ, റൈറ്റിംഗ്. പക്ഷേ എൻഡോസ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ബാക്കിയുള്ളവർ അംഗീകരിക്കുള്ളൂ. എനിക്ക് എൻ്റെ പ്രൊഫൈലിൽ എന്തും എഴുതാം, പക്ഷേ ഷാവിൽ വന്നിട്ട് അത് എൻഡോസ് ചെയ്യണം ഇയാൾ റൈറ്റിങ്ങിൽ ഗുഡാണെന്നുള്ളത്. അതേ പ്രോസസ്സ് തന്നെയാണ് ശരിക്കും റെഫറൻസിലും സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ഫെലോഷിപ്പിനകത്ത്, ഇപ്പോൾ ഞാൻ ചെയ്ത ഫെലോഷിപ്പിനകത്തൊക്കെ റെഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഈ റെഫർ ചെയ്യുന്ന ആൾ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ പോരെ, അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അയാൾ ഒരിക്കലും ഇല്ലാത്തത് പറയില്ല. കാരണം അയാൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സ്റ്റോറി കുക്കപ്പ് ചെയ്ത് ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെല്ലുന്ന വ്യക്തി അങ്ങനെ അല്ലെങ്കിൽ ഇയാളുടെ റെപ്യൂട്ടേഷനാണ് അത് ബാധിക്കുക. അപ്പോൾ ഇത് ഭയങ്കര അനോണിമസ് ആയിട്ട് നടക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ്, ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ എന്നെ ഇപ്പോൾ റെഫറൻസ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് കൊടുക്കാറുണ്ട്, നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു അനോണിമസ് ആയിട്ട് നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ അതായിരിക്കും അവരവിടെ റെഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എഗെയിൻ നേരത്തെ പോയ പോയിൻ്റാണ്, പഠിച്ചാൽ മാത്രം പോരാ, വി ഹാവ് ടു ഹാവ് ഗുഡ് റിലേഷൻഷിപ്പ്, റൈറ്റ്? നമ്മൾ എത്ര ഏത് ഡിസിപ്ലിൻഡ് ആയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തത്, നമ്മുടെ ഒരു വർക്ക് എത്തിക്സ് എങ്ങനെയാണ്, നമ്മുടെ ഒരു പ്രൊഫഷണലിസം എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രൂവ് ചെയ്തിട്ട് അത് കണ്ട് അതിനെ എൻഡോസ് ചെയ്യാനുള്ള ആൾക്കാരും കൂടെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ഒറ്റയാനായി ഇങ്ങനെ പഠിച്ച് കുറേ ഉണ്ടാക്കി കഴിഞ്ഞാലും ആപ്ലിക്കേഷൻസ് കിട്ടിക്കോളൊന്നുമില്ല. മാത്രമല്ല പലയിടത്തിലും ഒരു റെഫറൻസ് അല്ല ചോദിക്കുക, 3 റെഫറൻസ് ചോദിക്കും. പലപ്പോഴും അത് അവർ ഡൈവേഴ്സ് ആക്കാൻ നോക്കും. ചിലപ്പം പറയും, ഇപ്പോൾ ഫെലോഷിപ്പിനകത്ത് AFൻ്റെ ഫെലോഷിപ്പിനകത്ത് അവർ പറയുന്ന ഒരു അക്കാഡമിക് റെഫറൻസും വേണം, ഒരു നോൺ അക്കാഡമിക്കും വേണം, റൈറ്റ്? അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തെടുത്തൊന്നും ഇൻറ്റേൺഷിപ്പ് ചെയ്തെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ് കാണിക്കണം, ഒരു റെഫറൻസ് കാണിക്കണം, ഒരു അക്കാഡമിക് റെഫറൻസും കാണിക്കണം. 2 പേർക്ക് അറിയണമല്ലോ. അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ ഇൻ്റർനാഷണലി അവരൊരു കുട്ടിയുടെ കാലിബർ തീരുമാനിക്കുക. അങ്ങനെ ശരിക്കും തീരുമാനിക്കാനും പറ്റുള്ളൂ. കാരണം മാർക്ക് വെച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇന്ത്യയിൽ ഇപ്പോഴും എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ ഒരു ഹ്യൂജ് പോപ്പുലേഷനാണ്. ഈ പറയുന്ന രീതിയിൽ ഓരോ കുട്ടിയുടെയും എല്ലാ ട്രാക്ക് റെക്കോർഡും നോക്കി ഡാറ്റ നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളത് ഹ്യൂജ് പ്രോസസ്സാണ്. അത്രയും വലിയ പ്രോസസ്സ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്യാഷ് ആവശ്യം വരും ഓരോ യൂണിവേഴ്സിറ്റിക്കും. നമ്മൾ ആകെ ഓരോ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്ന 500 രൂപ 1000 രൂപയാണ്. ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ വെസ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓരോ ആപ്ലിക്കേഷന് 10,000 തൊട്ട് 15,000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ആപ്ലിക്കേഷൻ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും വലിയ വർക്ക് ഫോഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും വർക്ക് ഫോഴ്സിനെ വെച്ചിട്ടാണ് അവരിത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എല്ലാ ആസ്പെക്റ്റും. എന്നിട്ടാണ് നിങ്ങളെ അവർ അഡ്മിറ്റ് ചെയ്യുന്നത്. അതേ സാധനം നമുക്ക് ഇന്ത്യയിൽ ചെയ്യൽ അത്രത്തോളം പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്ക് മാത്രം നോക്കിയിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് അങ്ങ് എടുക്കും. പക്ഷേ സ്റ്റിൽ ഇന്ത്യയിലെ എലീറ്റ് യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ അശോക അല്ലെങ്കിൽ അസിംഗ്ടൺ യൂണിവേഴ്സിറ്റി, ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അക്കാഡമിക് ആയിട്ടുള്ള മെറിറ്റിന് അപ്പുറത്തേക്ക് കുട്ടിയുടെ എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആസ്പെക്റ്റൊക്കെ പരിഗണിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ അവരും സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോട്ട് ഈസി ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ചും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ നീറ്റിന് ജയിക്കുന്ന അപ്ലൈകളൊക്കെ ഭയങ്കര ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ചെയ്ത് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതായി. പക്ഷേ നോട്ട് ഈസി ഇൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന്. കാരണം അവർ ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ പൊതുവേ ജനറലി എല്ലാവരും അതിലേക്ക് മാറും എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. ഇപ്പം നമ്മുടെ എൻഡ് നോട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുക. അപ്പം നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ക്ലിൻറ്റൺ ഫെലോഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്, അതുപോലുള്ള ഒരുപാട് സിമിലർ ഫെലോഷിപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതൊക്കെ എന്തുകൊണ്ട് ഏത് ഫീൽഡിലുള്ള ആളുകൾക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻ്റർനാഷണൽ അഡ്മിഷൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് നോക്കാം എന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഡോക്ടർ മുജീബർ റഹ്മാൻ നൂറാനി നമുക്ക് ഓൾവേസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളോട് ഇതുവരെ സംസാരിച്ചതിന് ഡോക്ടർ മുജീബർ റഹ്മാൻ നൂറാനിക്ക് നന്ദി പറയാണ്. അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.